ഇൻ്റർവെൽ എന്നുള്ള എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എഡ്ടെക് പ്ലാറ്റ്ഫോം എഡ്ടെക് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. അതിൻ്റെ ഫൗണ്ടറാണ് നമ്മളെ കൂടെ റമീസ്. വെൽക്കം ടു ദ ഷോ. Thank you. 6 edtech startups in India have become unicorns. So you can see the potential with which edtechs are growing. Now, I'm sure this is news which you know already. In September 2023, a Kerala-based educational technology startup called Interwell was selected for Finland's Talent Boost project. 5 co-founders സാധാരണ ഒരു വിയേർഡ് കോമ്പിനേഷനാണ്. എങ്ങനെയാണ് ആ കോൺഫ്ലിക്ട്സ് വരുമല്ലോ, ഒബ്വിയസ്ലി കോൺഫ്ലിക്ട്സ് വരും. എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ആ ഒരു പ്രോസസ്സ്? ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ചോദ്യമാണ്. പ്രശ്നമാണ്, അതൊരു പ്രശ്നമാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. 5 എന്ന് പറയുന്നത് ഭയങ്കര പ്രോബ്ലമാറ്റിക് അല്ലേ എന്നുള്ളൊരു കാര്യം. VCസിനെ സംബന്ധിച്ച് എഡ്ടെക് അവരെന്നോ ഒഴിവാക്കിയതാണ്. ഇപ്പം VCs ആരും എന്റർടൈൻ ചെയ്യുന്നില്ല എഡ്ടെക്സിനെ. അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയി കഴിഞ്ഞാൽ എഡ്ടെക് എന്ന് പറയുമ്പോൾ മുഖം ഒന്ന് ചുളിയും. ഒരു പേടിയാണ്. ഇത് ഒരുപാട് പേരെടുത്ത് ഞാൻ കണ്ടതാണ്. അപ്പം ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് എഡ്ടെക് അതിൽ ഇല്ലാതാവല്ല, അല്ലെങ്കിൽ എഡ്ടെക് ഒരു ക്ലോസിംഗ് ഫേസിലേക്കല്ല വരുന്നത്, ഒരു ഡീടോക്സിഫിക്കേഷൻ ആണ് ശരിക്കും എഡ്ടെക്കിൽ നടക്കുന്നത്. അപ്പോൾ ഹോം സ്കൂളിംഗ്, ഇത് പുറത്ത് പോകാണ്ട് സ്കൂളിൽ പോകാതെ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുക, എങ്ങനെയാണ് ഇൻട്രാക്ഷൻ ഉണ്ടാവുക, ഇതിലൊക്കെ ഡൗട്ട് ഉണ്ട്. അതൊക്കെ പലപ്പോഴും പല ആൾക്കാരോട് ചോദിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ആ ഹോം സ്കൂളിംഗ് സിസ്റ്റം എങ്ങനെ, വീട്ടിലിരുന്ന് എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? കാരണം പാരന്റ്സ് അത്ര എഫേർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അക്കാഡമിക് നീഡ്സിനാണ് ഇവർ ഹോം സ്കൂൾ ചെയ്യുന്നത്. സോഷ്യൽ സ്കിൽസിന് വേറെ തന്നെ ഫെസിലിറ്റീസ്, അത് ഓരോ കുടുംബത്തിന്റെയും ഓരോ നാടിന്റെയും പശ്ചാത്തലത്തിനനുസരിച്ച് അവരുടെ വേ ഓഫ് ഡൂയിങ് മാറും. മനസ്സിലായി. നമ്മൾ ഗസ്റ്റിനെ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷപ്പ് അടിക്കലുണ്ട്. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആരാ ഏറ്റവും കൂടുതൽ പുഷപ്പ് അടിക്കാൻ നോക്കും? ഓക്കെ, നിഹാല് നമ്മളെ പുഷപ്പ് മാസ്റ്ററാണ്, നമ്മളെ ട്രെയിനറാണ്. റെഡി? മുമ്പില്ല ഒന്നും പറയാനില്ല. നോക്കത്തെ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. തീർപ്പിന് പോയാ മതി. എടാ അടിച്ചിട്ടില്ല, എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നിർമ്മല സീതാരാമൻ അവരെ ഒരു സ്പീച്ചിൽ പറഞ്ഞു, കേരളത്തിലെ മലപ്പുറത്തിലെ അരീക്കോടിലെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, അവരൊക്കെ അടിപൊളി സംഭവങ്ങളാണ് ചെയ്യുന്നത്, അവർ ഫിൻലാൻഡിൽ വരെ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച്, ഞാൻ ആക്ച്വലി മുക്കത്തുകാരനാണ്, നേരെ അപ്പുറത്തുള്ള മഞ്ചേരി ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ അറിയാതായിപ്പോയി. അന്നാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇൻ്റർവെൽ എന്നുള്ള എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എഡ്ടെക് പ്ലാറ്റ്ഫോം എഡ്ടെക് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. അതിൻ്റെ ഫൗണ്ടറാണ് നമ്മളെ കൂടെ റമീസ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. റമീസേ, എന്താണ് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത്? എനിക്ക് ഇപ്പോഴും അരീക്കോട് നിന്ന്, നിങ്ങൾ ഭയങ്കര കൊട്ടിഘോഷിച്ച് വന്ന സ്റ്റാർട്ടപ്പ് ഒന്നുമല്ല. അരീക്കോട് എന്നുള്ള ചെറിയൊരു ഗ്രാമം എന്ന് പറയാല്ലേ, ടയർ 4 സിറ്റി, അവിടെ നിന്ന് സ്റ്റാർട്ടപ്പ് വന്ന് ഐ തിങ്ക് യു ഡു ക്ലോസ് ടു $20 million നോ ഇൻ AR. അതാണ് ഈ ലിങ്ക്ഡിൻ പോസ്റ്റിൽ ഇട്ട് 2 ദിവസം മുമ്പ്. 20 മില്യണോ? അങ്ങനെ $0 to $20 million. 0 to 20 million എന്ന് പറയുന്നത് വാല്യുവേഷന്റെ ബേസിസിലാണ്. വാല്യുവേഷൻ ബേസിസ്, എന്നാൽ പിന്നെ റവന്യൂ അല്ല, വാല്യുവേഷന്റെ ബേസിസിൽ. അപ്പോൾ എന്താണ് നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത്? നമ്മൾ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സ്കൂളിലെ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള. നമ്മൾ KG മുതൽ, അതായത് 2.5 വയസ്സ് മുതൽ 16-17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് കോഴ്സസ് പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പേഴ്സണലൈസ്ഡ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് വരെ, 10ാം ക്ലാസ്സും +2 ഉണ്ട്, ചില കോഴ്സസ് +2 വരെ ഉണ്ട്. അപ്പം നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഒരു 5000 കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 5000 ടീച്ചേഴ്സ് അവർക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കുകയായിരിക്കും. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല, ഗ്രൂപ്പ് സെഷൻസ് അല്ല, ലൈവ് 1-on-1 പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് ആണ്. അത് അക്കാഡമിക് കോഴ്സസ് ഉണ്ട്, നോൺ അക്കാഡമിക് കോഴ്സസ് ഉണ്ട് അക്രോസ് ദി ഗ്ലോബ്. ഓക്കെ, എക്സ്പ്ലെയിൻ. അതായത് ഇത് സ്കൂളിൽ പോകണ്ടേ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ അഡീഷണൽ സാധനമാണോ? സ്കൂളിൽ പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. സ്കൂളിൽ പോകുന്നവർ തന്നെയാണ് കൂടുതൽ. സ്കൂളിൽ പോകുന്നവർക്ക് ഒരു എക്സ്ട്രാ അക്കാഡമിക് സപ്പോർട്ട് അല്ലെങ്കിൽ കുറച്ച് നോൺ അക്കാഡമിക് കോഴ്സസ് ഉണ്ട് നമുക്ക്. അത്തരം കോഴ്സുകളിലാണ് കുട്ടികൾ കൂടുതൽ എൻറോൾ ചെയ്യപ്പെടുന്നത്. പിന്നെ ഓപ്പൺ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ അക്കാഡമിക് നീഡ്സിനും വേണ്ടിയിട്ട് ഇന്റർനെറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ സ്കൂൾ, അതായത് സ്കൂളിൽ പോവാതെ വീട്ടിലിരുന്നു കൊണ്ട് ഹോം സ്കൂൾ ചെയ്യപ്പെടുന്ന കുട്ടികൾ NIOS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട് ഇന്ത്യയിലെ ഗവൺമെന്റ്.
അവർക്ക് എക്സാം പ്രൊവൈഡ് ചെയ്യുന്ന, അവർക്ക് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ്. അപ്പോൾ ആ ഏജൻസി ത്രൂ പഠിക്കുന്ന കുട്ടികൾക്ക് അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇപ്പോൾ ഇന്റർവെൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതായിരിക്കും സിലബസ്? CBSE CBSE സിലബസിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഹോം സ്കൂളിംഗിന് NIOS പറഞ്ഞ ടീമാണ് ഈ എക്സാം നടത്തുക. അതെ, ഓപ്പൺ സ്കൂളാണ് അത് ബേസിക്കലി. ഓപ്പൺ സ്കൂൾ അതിന് പറയാം. അതെ, ഹോം സ്കൂളിംഗ് ആണ് ബേസിക്. ഹോം സ്കൂളിംഗ് ആണ്. അത് വീട്ടിലിരുന്ന് പഠിക്കാം, ട്യൂഷന് പോയിട്ട് പഠിക്കാം, പക്ഷെ സ്കൂളിൽ പോകണ്ട, എക്സാം എഴുതിയാൽ മാത്രം മതി. നമുക്ക് 10th-ന്റെയും 12th-ന്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, നമ്മൾ ഹോം സ്കൂളിംഗ് എന്താണെന്ന് അറിയാനുണ്ടാവില്ല. ഹോം സ്കൂളിംഗ് ഇന്ത്യയിൽ അത്ര കോമൺ അല്ല, ബട്ട് GCC കൺട്രീസിൽ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റ് പേസിൽ ഗ്രോ ചെയ്യുന്ന ഒരു കൾച്ചറാണ്. വെസ്റ്റേൺ കൺട്രീസിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൾച്ചറാണ്. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കില്ല, അക്കാഡമിക് നീഡ്സിനും വേണ്ടിയിട്ട് അവർ വീട്ടിൽ തന്നെ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യും. ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും, അല്ലെങ്കിൽ പാരൻസ് തന്നെ വീട്ടിലിരുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്നതാണ് ബേസിക്കലി ഹോം സ്കൂളിംഗ്. ഓക്കെ, അപ്പോൾ ഹോം സ്കൂളിംഗ് ഇത് പുറത്ത് പോകാണ്ട്, സ്കൂളിൽ പോകാതെ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുക, എങ്ങനെയാണ് ഇന്ററാക്ഷൻ ഉണ്ടാവുക, ഇതിലൊക്കെ ഡൗട്ട് ഉണ്ട്. ഇതൊക്കെ പലപ്പോഴും പല ആൾക്കാരോട് ചോദിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ആ ഹോം സ്കൂളിംഗ് സിസ്റ്റം, അങ്ങനെ വീട്ടിലിരുന്ന് എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? കാരണം പാരന്റ്സ് അത്ര എഫേർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അക്കാഡമിക് നീഡ്സിനാണ് ഇവർ ഹോം സ്കൂൾ ചെയ്യുന്നത്. സോഷ്യൽ സ്കിൽസിന് വേറെ തന്നെ ഫെസിലിറ്റീസ്, അത് ഓരോ കുടുംബത്തിന്റെയും ഓരോ നാടിന്റെയും പശ്ചാത്തലത്തിനനുസരിച്ച് അവരുടെ വേ ഓഫ് ഡൂയിങ് മാറും. ബട്ട് ബേസിക്കലി അക്കാഡമിക് നീഡ്സിനും വേണ്ടിയിട്ട് അവർ വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിക്കുക, ടെക്സ്റ്റ് ബുക്സ് അവർ തന്നെ എടുക്കുക. അത് പല സിറ്റീസിലും പല നീഡ്. അപ്പം GCCയിൽ അധികം ചെറിയ ക്ലാസ്സുകളിൽ പാരൻസിന് കുട്ടികൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അത് തൊട്ടടുത്ത് സ്കൂൾ ചിലപ്പോൾ കിട്ടത്തുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എല്ലാ കുട്ടികളെയും സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ അനുവദിക്കുന്നുണ്ടാവില്ല. അത്തരം റീസൺസ് കാരണം GCC കൺട്രീസിലൊക്കെ ഇന്ത്യൻ പാരൻസിൻ്റെ ഇടയിൽ ഹോം സ്കൂളിംഗ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം മദേഴ്സ് തന്നെയാണ് അവരിരുത്തി പഠിപ്പിക്കുന്നത്. പിന്നെ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോംസിന്, ചീപ്പായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെയും അവർ ഹെൽപ്പിനും വേണ്ടിയിട്ട് അവരുടെ അടുത്തും പോകാറുണ്ട്. പിന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് ബേസിക്കലി സ്കൂൾസ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയ ആയിട്ടും, എന്നാൽ അക്കാഡമിക് നീഡ്സിന് അവർ വീട്ടിൽ തന്നെ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നത് പോലെയൊക്കെയാണ്. അടിപൊളി. അപ്പോൾ അത് വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര പ്രിവലന്റ് ആണ് അപ്പം പറയുന്നത്. അതെ. ഇവിടെ സ്കൂളിൽ പോവാന്നുള്ളത്, നമുക്ക് 12ാം ക്ലാസ് വരെ പോവാന്നുള്ളത് ഒരു കൾച്ചറാണ്. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് നമ്മളെ NRIs കുറെ പേര് ഹോം സ്കൂളിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പോലത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോഴും ഇതൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഇന്റർവെൽ യൂസ് ചെയ്യുന്നത്. നമ്മളെ കസ്റ്റമേഴ്സിന്റെ നല്ലൊരു ശതമാനം, മോർ ദാൻ 90% സ്കൂളിൽ പോകുന്ന കുട്ടികൾ തന്നെയാണ്. അവർക്കൊരു എക്സ്ട്രാ അക്കാഡമിക് സപ്പോർട്ടിന്, ഒരു ബേസിക്കലി ട്യൂഷനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെവൽ കോൺസെപ്റ്റ്സിനും വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ കുട്ടികൾ വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയത്തില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ടീച്ചർ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒരിക്കലും പറ്റില്ല. ട്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ലെവൽ കോൺസെപ്റ്റ്സ് ലാക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും ഇന്റർവെല്ലാണ്. ഇന്റർവെൽ നമ്മൾ ഓരോ കുട്ടിയുടെയും കപ്പാസിറ്റി മനസ്സിലാക്കി, അവരുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി, അവരുടെ ലേണിംഗ് പേസ് മനസ്സിലാക്കി, അതിനനുസരിച്ച് കസ്റ്റം കോഴ്സസ് ബിൽഡ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇന്റർവെല്ലിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ലെറ്റ്സ് ഗോ ബാക്ക് ടു യുവർ പാസ്റ്റ്. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ നൗ ബാക്ക് ടു ദ ഷോ. എവിടെയാണ് സ്കൂളിംഗ്, കോളേജ്, എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടു? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ നാട്ടുകാരനാണ്. മഞ്ചേരി തന്നെ. ഞങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങളെ ഓൺലൈനിൽ കാണുന്നുണ്ടെന്നുള്ളൂ. അങ്ങനെയാണ് എല്ലാരും കാണുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടുകാരനാണോ? കുറെ പേരുണ്ട് ശരിക്കും അങ്ങനെ. നിങ്ങളെ പോഡ്കാസ്റ്റിൽ തന്നെ വന്നിട്ടുള്ള ഒരുപാട് പേര് നാട്ടിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്, നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അരീക്കോടാണ് ജനിച്ചതും വളർന്നതൊക്കെ. ഞാൻ LP സ്കൂളൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു, അരീക്കോട്. പിന്നെ UPയും ഹൈസ്കൂളൊക്കെ നിങ്ങളെ നാട്ടിലായിരുന്നു, മുക്കത്ത് ഒരു ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത്. 10th കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂരായിരുന്നു, +1 +2 തൃശ്ശൂരായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ അങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തിപ്പെട്ടതാണ്. അതൊരു ലോങ് സ്റ്റോറിയാണ്. ആ സ്റ്റോറി കുറച്ച് ഷോർട്ടായിട്ട് പറഞ്ഞു. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, നാട്ടിൽ പഠിച്ച നീ എങ്ങനെ തൃശ്ശൂർ IS പബ്ലിക് IS കുറെ എണ്ണം പഠിച്ചതായിട്ട് ഇപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയത്. നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇർഫാനാണെങ്കിലും താബിഷ് ആണെങ്കിലും ഒക്കെ IS ലാണ് പഠിച്ചതെന്ന്. സോ എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് തൃശ്ശൂർ എത്തിപ്പെടുന്നത്? ഞാൻ അത്യാവശ്യം മാർക്സ് ഒക്കെ സ്കോർ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അതായത് ഫ്രണ്ട് ബെഞ്ചർ ഒന്നല്ല, പഠിപ്പിസ്റ്റാണ്. പഠിപ്പിസ്റ്റ് നല്ല പഠിപ്പിസ്റ്റാ. 2 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സങ്കടമൊക്കെ തോന്നും. അങ്ങനത്തെ പഠിപ്പിസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ എപ്പോഴും നല്ലത് പറയിപ്പിക്കണം, ടീച്ചേഴ്സിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, പാരന്റ്സിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, അങ്ങനെയൊക്കെ ഒരു മൂഡുള്ളൊരു ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 10th വരെ നന്നായി പഠിച്ചു. പിന്നെ സ്കൂൾ ലീഡർ ആയിരുന്നു, ഓർമ്മ വെച്ച കാലം മുതലേ ക്ലാസ് ലീഡർ ആവുന്നുണ്ട്, പിന്നെ ഹൗസ് ക്യാപ്റ്റൻസ് ആവുന്നുണ്ട്. അപ്പം സ്കൂളിൽ ഇങ്ങനെ ഒരു
പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ടീച്ചേഴ്സും എല്ലാ പേരൻസും സംസാരിക്കുന്ന 2-3 പേരുണ്ടാവല്ലോ, അത്തരത്തിൽ ഒരാളാണ്. അവനെ നോക്കി പഠിക്കും. അവൻ നോക്കി പഠിക്കും. അതെ അതെ, അതെന്റെ ഒരു സൈഡാണ്. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ആരും എന്നെ എപ്പോഴും കുറ്റം പറയാറൊന്നുമില്ല. കാരണം എനിക്ക് വേറെ സൈഡും ഉണ്ട്. അതായത് ഫ്രണ്ട്സ് ആണ് ജീവൻ. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ്സിന് പുറത്ത് പോയിട്ടുള്ളതൊക്കെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. ഓനെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേം പുറത്താക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അത് വേറെ സൈഡ്. അപ്പൊ നന്നായി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ 10th കഴിഞ്ഞിട്ടുള്ള പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവല്ലോ, റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഫുൾ A+ ചെയ്യുന്നു ഒബ്വിയസ്ലി. അപ്പം ഫുൾ A+ ആയതുകൊണ്ട് തന്നെ ആ മീറ്റിംഗിൽ ടീച്ചേഴ്സ് ഒക്കെ എന്റെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു, ഇവനെ നിങ്ങൾ നാട്ടിൽ പഠിപ്പിക്കണ്ട, പുറത്ത് വിട്ടിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കും, ഇവനെ ഡോക്ടർ ആക്കാം, എഞ്ചിനീയർ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ബുദ്ധി കൂടുതലാണ്, ഇവൻ ഇവിടെ ഒന്നും പഠിക്കേണ്ടവനല്ല. അതെനിക്ക് പിന്നെ മനസ്സിലായി, പഠിക്കേണ്ടവരല്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്റെ സ്റ്റോറി പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞപ്പോ എന്റെ പാരന്റ്സിന് അത്ര എക്സ്പോഷർ ഇല്ല, കാരണം അവരാരും അത്ര എഡ്യൂക്കേറ്റഡ്. ഇൻസമാം എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, വീടിന്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ 10th വരെ ഒരുമിച്ച് പഠിച്ചത്. അവന്റെ ഫാദർ ഉണ്ട് നാസർക്ക. ഞങ്ങളെ ക്ലാസ്സിൽ അങ്ങനെ കുറെ പേരുണ്ട്. ഇൻസമാം ഉണ്ട്, അഫ്രീദി ഉണ്ട്, ഷാഹിൻ ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയല്ലേ ഷാഹിദ് അഫ്രീദി, ഇൻസമാമുലൊക്കെ, സയ്യിദ് അൻവർ, ഇതൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴുള്ള. സയ്യിദ് അൻവർ എനിക്ക് അത്ര പരിചയമില്ല, പക്ഷെ ഇൻസമാം പിന്നെ ഷാഹിദ് അഫ്രീദി ഇവരൊക്കെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കാലത്തുള്ള. ഞാൻ അത്യാവശ്യം നല്ല വയസ്സുണ്ട്, 29 വയസ്സുണ്ട്. നിങ്ങളെക്കാൾ ഒരു 10-15 വയസ്സിന് മാറ്റം. ഓക്കെ. അപ്പൊ അങ്ങനെ ഇവന്റെ ഫാദറാണ് ഞങ്ങൾ തൃശ്ശൂർ കൊണ്ടാക്കുന്നത് ബ്രിഡ്ജ് കോഴ്സിന് വേണ്ടിട്ട് PC തോമസിൽ. അപ്പൊ അവിടുന്ന് ഞങ്ങള് പല ആൾക്കാരും പല ഓറിയന്റേഷനിലാണ് അവിടെ ഉള്ളത്. ചിലവർ തൃശ്ശൂർ എക്സ്പ്ലോർ ചെയ്തു, ചിലവർ സിനിമ എക്സ്പ്ലോർ ചെയ്തവരുണ്ട്. ഞാൻ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. അവിടുത്തെ എല്ലാ സ്കൂൾസും ആ 2 മാസത്തിനിടയിൽ പോയി നല്ല സ്കൂൾ നോക്കി. പിന്നെ അവിടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മളവിടുത്തെ സ്കൂളിനെ പോലെയല്ല. സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവിടുത്തെ അലുമിനീസിനെ, അവിടുത്തെ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ അവരിങ്ങനെ പോർട്രേ ചെയ്യും മുന്നിൽ തന്നെ ഫ്ലെക്സിൽ. അപ്പൊ അങ്ങനെ നല്ല അക്കാഡമിക്സ് എവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഡിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ സ്കൂൾ കണ്ടുപിടിച്ചു, എന്റെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു. പാരന്റ്സിന് ഓക്കെ ആയിരുന്നു. പാരന്റ്സിന് ജീവിതത്തിലെ എല്ലാ കാലഘട്ടത്തിലും ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. അങ്ങനെ അവരെന്നെ അവിടെ കൊണ്ടുവന്ന് ചേർത്തി. ഡിസിഷൻ എങ്ങനെ എടുത്തു? കാരണം ഇതൊരു ഔട്ട് ഓഫ് കംഫർട്ട് സോൺ പോവാണല്ലോ. അതുവരെ ടോപ്പർ ആയിട്ടില്ല, ക്ലാസ് ടോപ്പർ, എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ വീണ്ടും ടോപ്പർ ആവാം എന്നുള്ളതുണ്ടല്ലോ. പക്ഷെ അവിടെ ചേരാം എന്നുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ എങ്ങനെയാണ് വന്നത്? അത് ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി എനിക്ക് ചാലഞ്ചസ് എപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആർട്സിലും സ്പോർട്സിലും എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ആർട്സിലൊന്നും കഴിവുണ്ടായിട്ടല്ല, പക്ഷെ എല്ലാത്തിലും വിൻ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അപ്പം കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എല്ലാ ഐറ്റത്തിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ 10th കഴിഞ്ഞ് ഞാൻ ഈ ബ്രിഡ്ജ് കോഴ്സിന് തൃശ്ശൂർ വന്നപ്പോഴാണ് ഞാനൊരു 90 കുട്ടികളൊക്കെ ഉള്ള ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് ആദ്യമായിട്ട്. അതുവരെ 20-25 ഒക്കെ. ബ്രിഡ്ജ് കോഴ്സ് എൻട്രൻസിന്റെ കോച്ചിങ് ആണ്? അല്ലല്ല, നമ്മൾ എൻ്റയർ +1 +2 2 മാസം കൊണ്ട് പഠിക്കുന്ന. 10th കഴിഞ്ഞിട്ട് 2 മാസം കൊണ്ട് തന്നെ +1 +2 ടോപ്പിക്സ് മൊത്തം കവർ ചെയ്യും. അപ്പൊ അങ്ങനെ പരിപാടിയാണ്. എല്ലാ സബ്ജക്റ്റും ബേസിക്കലി മാത്തും സയൻസും ഉള്ള എല്ലാ സബ്ജക്റ്റും, അതായത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ. അപ്പം ബേസിക്കലി +1 നമ്മൾ പോകുമ്പോൾ തന്നെ 2 വർഷം ഇനി എന്താ പഠിക്കുക എന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കും പോവുക. അപ്പൊ ആ കോഴ്സിന് പോയി അവിടെ ആ ക്ലാസ്സിൽ കോമ്പീറ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു ടോപ്പ് 30 പോലും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയി തോന്നി. അപ്പം കുറച്ചും കൂടെ കോമ്പീറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ഒന്നുകൂടി മത്സരിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും 2 വർഷം അവിടെ പഠിക്കുക എന്നുള്ള തീരുമാനം എടുത്തത്. ഈഗോനെ ഹേർട്ട് ചെയ്ത്? അങ്ങനെയും പറയാം. ഈഗോ എപ്പോഴും വിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരായിട്ടാണ്. ഓക്കെ, അങ്ങനെ അവിടെ പോയി ചേർന്നു. ഓക്കെ, കഥ മുന്നോട്ട് പോട്ടെ. അങ്ങനെ +1 +2 ഞാൻ അവിടെ ചേർന്നു. അതൊരു ബോർഡിംഗ് സ്കൂളായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിന്നു. പിന്നെ അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ, എങ്ങനെ ഉഴപ്പി കഴിഞ്ഞാൽ ഒരു 14 to 16 hours ഒക്കെ നമ്മൾ പഠിക്കും ഡെയിലി. അപ്പൊ 18 hours 19 hours വരെയൊക്കെ പുഷ് ചെയ്യുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവിടെ പഠിക്കുന്നവർക്ക്. അവരെ അതായത് നമ്മളെ ചുറ്റുപാടുള്ള 5 ആൾക്കാരെ പോലെ പറയപ്പെടില്ല. അതെ. അപ്പൊ അത് അതേപോലെയായി 14-16 hours ആയി. എനിക്ക് ഇനീഷ്യലി അങ്ങനെ ആയിരുന്നു. കാരണം അവിടെ 10th ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിൽ റൂമൊക്കെ അലക്കേറ്റ് ചെയ്യാം. അപ്പൊ എന്റെ അടുത്തുള്ള ഒരു 4-5 റൂമിലുള്ള എല്ലാവരും ഫുൾ A+ ഉള്ളവരും ഭയങ്കര എന്താ പറയാ, ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ആയതുകൊണ്ട് ഇനീഷ്യലി ഞാനും അങ്ങനെയായിരുന്നു. പിന്നെ ഫുട്ബോള്, സിനിമ, ഇങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡാ. ശരിക്കും ഞാൻ 10th കൂടുതൽ പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു കാലിന് ACL വന്നപ്പം എനിക്ക് കളിക്കാൻ പറ്റാണ്ടായി. അങ്ങനെയാണ് ഞാൻ ഫുള്ളി പഠനത്തിലേക്ക് പോകുന്നത്. ACL എന്ന് പറയുമ്പോൾ ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്. ഇന്ന് ടർഫ് കളിക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. ഇത് എനിക്ക് ലിഗമെന്റ് ടയർ. അത് പറ്റിയവർക്ക് അത് ACL ആണ്, പറ്റാത്തവർക്ക് അത് ലിഗമെന്റ് ടയർ ആണ്. കാരണം നമ്മൾ തന്നെ കേട്ടിട്ട് കറക്റ്റ്. അപ്പോൾ 10th ശരിക്കും എനിക്ക് 10th ഞാൻ നന്നായിട്ട് പഠിക്കുന്നതിന്റെ റീസൺ എന്റെ ACL ടയറാ. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഡിപ്രഷൻ എന്നൊക്കെ പറയാമല്ലോ നമുക്ക്. ഫ്രണ്ട്സ് എല്ലാവരും ഈവനിങ് കളിക്കാൻ പോകുന്നു, എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഡിപ്രഷനിൽ കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയതായിരുന്നു എല്ലാ സമയത്ത് ഇരുന്ന് പഠിക്കുക. വെറുതെ ഇരുന്നാലാണല്ലോ ഡിപ്രഷൻ. അപ്പൊ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. അടിപൊളി. അപ്പൊ ഇതെനിക്ക് +2 2ാമത്തെ കാലിലും ടയറായി.
അപ്പൊ +2 എനിക്ക് ഇതേപോലെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. രണ്ട് സമർപ്പിച്ച് ഫുട്ബോളിന് വേണ്ടിട്ട്. ഫുട്ബോൾ 2 കാലം അങ്ങനെ പോയി. അത് ഇപ്പോഴും ഒരു നല്ല എന്തെങ്കിലും ഇവന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ക്രിക്കറ്റ് ഒക്കെ കളിക്കും ടർഫിൽ, ബാഡ്മിന്റൺ ഒക്കെ. ഇതൊക്കെ കളിക്കുമ്പോൾ ഇപ്പോഴും നീര് വരും. അപ്പൊ ലിവ് വിത്ത് ദാറ്റ് എന്നുള്ളതാണ്. ഇനി അതിൽ നിന്നൊരു ആ സമയത്ത് പ്രോപ്പർ ഫിസിയോ ചെയ്യണമായിരുന്നു. നമുക്ക് അതിനുള്ള വിവരമില്ല, പറഞ്ഞുതരാൻ ആരില്ല. ഇന്നിപ്പം എല്ലാ നാട്ടിലും ടർഫ് ഉള്ളത് കൊണ്ടും, ടർഫിൽ കളിക്കുന്നിടത്തൊക്കെ AC പരിക്കുള്ളവരുള്ളതുകൊണ്ടും, നാട്ടിലൊക്കെ ഫിസിയോതെറാപ്പി സെന്റേഴ്സ് ഉള്ളതുകൊണ്ടും, സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം. അന്ന് നമുക്കത് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇനി ഏതായാലും ലിവ് വിത്ത് ദാറ്റ്. അപ്പൊ അങ്ങനെ +1 +2 ഇതേപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫുട്ബോളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആ ഏരിയയിലായി. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പം പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന വേറൊരു ടീമായി. അങ്ങനെ പഠനത്തിന്റെ സമയം കുറച്ച് കുറഞ്ഞു വന്നു. പക്ഷെ ആ സ്കൂളാണ് ശരിക്കും എനിക്കൊരു നമ്മുടെ നാട്ടില് പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയില്ലേ, അവിടുന്ന് ഇതല്ല ലോകം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് ഫസ്റ്റ് IS പബ്ലിക് സ്കൂളാണ്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ബയോ മാത്ത് ഉണ്ട്, ബയോ ലാംഗ്വേജസ് ഉണ്ട്, ബയോ ഫാഷൻ ടെക്നോളജി ഉണ്ട്. CBSE സ്കൂളാണ്. അതുപോലെ തന്നെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസിലൊക്കെ ഇതുപോലെ പല സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഓരോ സബ്ജക്റ്റിലും വരുന്നത് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ നിഫ്റ്റിൽ പഠിക്കണം എന്ന ആഗ്രഹത്തോട് കൂടി ഒരു സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നൊക്കെ. ഞാൻ ഇപ്പൊ നീ പറയുമ്പോഴാണ് ബയോ ഫാഷൻ ടെക്നോളജി പറഞ്ഞിട്ട് ഒരു സബ്ജക്ട്, ബയോ PT ഉണ്ട്. നമുക്ക് വോളിബോൾ, ബാഡ്മിന്റൺ പോലത്തെ സബ്ജക്ട്സ് ഒക്കെ ഞങ്ങളുടെ സ്കൂൾ ആ സമയത്തില്ലായിരുന്നു. പക്ഷെ CBSE അതുണ്ട്. ആ സബ്ജക്ട്സ് കോർ സബ്ജക്ട് ആയിട്ട് ഇത് പഠിക്കാം +1 +2. ഇപ്പൊ എനിക്ക് പുതിയ ഇൻഫർമേഷൻ ആണ് ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ. ബയോ PT ഉണ്ട്. ഇത് അങ്ങനെ ഞാൻ അത് മാത്രമേ എടുക്കുള്ളായിരുന്നു. കളിക്കാന്നില്ലാണ്. ഇപ്പം ഇവിടെ അല്ല, ഞാൻ ബാഴ്സയിൽ പോയൊരു സമയത്ത് ഞാൻ അവിടെ ഇതൊക്കെ കോർ സബ്ജക്ട്സ് ആയിട്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതായത് ബാഴ്സലോണ ഫുട്ബോൾ FC ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്കൂൾസ് ഉണ്ട് അവിടെ. അപ്പം ഈ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ നോളജസ് ഉണ്ടല്ലോ, ഇതൊക്കെ സ്കൂൾസിലെ കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് ഫുട്ബോൾ ഫോർവേഡ് ആവണം, ഗോൾ കീപ്പർ ആവണം എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ മാനേജർ ആവണം, അതുപോലെ തന്നെ ഫിസിഷ്യൻ ആവണം എന്നൊക്കെ, FC ബാഴ്സലോണന്റെ ഫിസിഷ്യൻ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച് പഠിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ കൾച്ചറുള്ള നാടുകളിൽ ഇത്തരം സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം അറിയില്ല. എന്നാ അവിടെ ബയോ ഫാഷൻ ടെക്നോളജി ഭയങ്കര ഹോട്ട് സെല്ലിംഗ് കോഴ്സ് ആയിരുന്നു നമ്മുടെ സ്കൂളിൽ. അതായത് അവിടെ പഠിച്ചതിൽ എന്റെ ബാച്ചിൽ തന്നെ ഒരു ക്ലാസ്സിൽ തന്നെ 10ൽ കൂടുതൽ പേര് നിഫ്റ്റിൽ പഠിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പം അങ്ങനെ അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നൊരു സ്കൂളാണ്. അല്ല, അപ്പം ഈ പിന്നെ IS പിന്നെ സ്കൂളിലല്ലാണ്ട് വേറെ സ്കൂളുകളിലും ഇതേപോലത്തെ കോഴ്സുകൾ ഒരുപാട് സ്കൂളുകളുണ്ട്. തൃശ്ശൂർ തന്നെ വേറെ സ്കൂളുകളൊക്കെ ഉണ്ട്. ഇത് മിക്കവാറും എനിക്കറിയാത്തോണ്ടാണ്, ഞാൻ പൊട്ടനായതുകൊണ്ടാണോ അറിയില്ല, പക്ഷെ കാണുന്നവർക്ക് ഇതൊരു ഭയങ്കര വലിയ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് IS പഠിക്കുന്നുണ്ട്. ഇപ്പം എന്റെ ബാച്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു വടകര, നാദാപുരം, കണ്ണൂർ ബെൽറ്റ് എന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്റെ ബാച്ചിൽ. ഞങ്ങള് +1 ഏകദേശം 400+ സ്റ്റുഡൻസ് ഉണ്ട്. +2 അതുപോലെ ഉണ്ടാവും. ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ഈ ഒരു ബെൽറ്റ് എന്നുള്ളവരാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂര്, ഈ ബെൽറ്റ്. ഓക്കെ, അപ്പൊ +1 +2 ആയിരുന്നു പഠിച്ച്, കുറച്ച് സിനിമ, കളി ഒക്കെ കഴിഞ്ഞു, എല്ലാത്തിലേക്കും എക്സ്പോഷർ കിട്ടി. പിന്നെ എല്ലാവരും ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു, ഭയങ്കര എന്താ പറയാ, ഒരു കരിയർ ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. പക്ഷെ 2 വർഷം ബയോളജി പഠിച്ചപ്പോൾ എനിക്കൊരിക്കലും ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടി. അത് ഞാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാന്നുള്ള രീതിക്ക് കോഴിക്കോട് വരുന്നത്. അപ്പം കോഴിക്കോട് റേസിലായിരുന്നു. അടക്ക് സാധാരണ തൃശ്ശൂർ തന്നെയാണല്ലോ റിപ്പീറ്റ് ചെയ്യല്. അതെ, അങ്ങനെ പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ +2 എനിക്ക് ACL ടിയർ വന്ന്. അപ്പൊ ACL ടിയർ എന്റെ സർജറി ചെയ്തത് BMHലായിരുന്നു, ബേബിയിൽ. അപ്പൊ എന്റെ ഫിസിഷ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഞാൻ തൃശ്ശൂർ തന്നെ പഠിക്കാന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂർ പോയി. പക്ഷെ എനിക്ക് അവിടുത്തെ ഹോസ്റ്റലിലൊക്കെ അവിടെ പഠനമാണ് ഇമ്പോർട്ടന്റ്, ഹെൽത്ത്, ഡയറ്റ് അല്ലെങ്കിൽ ലൈഫൊക്കെ പിന്നെയാണ്, മരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ എനിക്ക് റൂമൊക്കെ അലൊക്കേറ്റ് ചെയ്ത് 4th ഫ്ലോറിലൊക്കെ ആയിരുന്നു. അത് മറ്റേ ലിഫ്റ്റ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ബിൽഡിംഗാ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അതിന് കഴിഞ്ഞ് പഠിച്ചാൽ മതി എന്നുള്ള മൂടായിരുന്നു അവിടെ. അപ്പൊ പാരന്റ്സിനും പാവം തോന്നിയിട്ട് അവരെന്ത് ചെയ്തു, എന്നെ അവിടെ നിന്ന് എടുത്തിട്ട് കോഴിക്കോട് കൊണ്ടു ചേർത്തി. അങ്ങനെയാണ് കോഴിക്കോട് എത്തുന്നത്. ഞാൻ വിദ്യാർത്ഥി ഭവനത്തിലായിരുന്നു, നമ്മുടെ UKS റോഡിലുള്ള. അപ്പൊ അവിടെ CA കാരുണ്ട്, ACCA കാരുണ്ട്, പല കോളേജിൽ പഠിക്കുന്നവരുണ്ട്, സിനിമാക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ. അപ്പൊ അവിടുന്ന് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പോഷർ ഇനി കുറച്ചും കൂടെ ഒരു ലിറ്ററേച്ചറിനൊക്കെ വേറൊരു ആംഗിളിൽ നിന്ന് കാണാനും, പിന്നെ ഒപ്പം സിനിമ കാണുന്ന ഒരു സിനിമ എൻജോയ് ചെയ്യാനല്ലേ, സിനിമനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരുന്നവർ. അന്ന് ഫേസ്ബുക്ക് ഒക്കെ പീക്കിൽ നിൽക്കുന്ന സമയം 2015-16 ആ ഒരു സമയത്ത്, ഇൻസ്റ്റാഗ്രാമിന്റെ എൻട്രിയുടെ തുടക്ക കാലഘട്ടം. അപ്പൊ ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും സിനിമനെ കുറിച്ച് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിനെ ആയതുകൊണ്ട് ലൈഫിനെ കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ കാണാനും, പിന്നെ പഠനവും അല്ലെങ്കിൽ കരിയർ മാത്രമല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും കുറച്ച് ആംഗിളുകൾ ഉണ്ട് എന്നുള്ള റിയാലിറ്റികളൊക്കെ കിട്ടുന്നത് ആ ഹോസ്റ്റലിൽ നിന്നാണ്. അപ്പൊ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് അപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ എത്തിച്ചേരണം. അങ്ങനെയാണ് മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എൻട്രൻസ് എക്സാംസും എഴുതി.
റിസൾട്ടുകൾ ഓരോന്നായിട്ട് വരുന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ലോ എൻട്രൻസ് എഴുതാനുള്ള എൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഹോസ്റ്റൽ തന്നെയാണ്. ആ ഹോസ്റ്റലിൽ സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഹോസ്റ്റൽ ആയതുകൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള പല വിഷയത്തിലും അഭിപ്രായങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയമായപ്പോഴേക്കൊന്ന് പ്രാപ്തനായി വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യലി ഇൻവോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ലോ എന്ന് പറയുന്നത് നല്ലൊരു കരിയർ ആണ് എന്നുള്ളത് എൻ്റെ മുന്നിലുണ്ട്. അപ്പൊ എൻട്രൻസുകൾ എഴുതിയപ്പോൾ ഞാൻ എല്ലാ എൻട്രൻസുകളും എഴുതി. റിസൾട്ട് ഓരോന്നായി വന്നു. പിന്നെ മെഡിസിനും എഞ്ചിനീയറിംഗ്, നിഫ്റ്റ്, നീഡ്, ആർക്കിടെക്ചർ, പിന്നെ ലോ എല്ലാം എഴുതി. ഒന്നും വിട്ടില്ല. പിന്നെ കിട്ടുമ്പം അത് വെച്ചങ്ങ് കയറാൻ, ഒന്നും കിട്ടാത്തവനാണ് എന്നുള്ളൊരു വിളിപ്പേര് വേണ്ടല്ലോ എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ. അപ്പൊ റിസൾട്ട് വന്നു. എനിക്ക് ജെയ്ക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പം കോഴിക്കോട് NIT ലോക്കായി. എന്തെങ്കിലും ഒന്നിന് കോഴിക്കോട് NIT എന്തായാലും കയറാം. പിന്നെ മെഡിസിന്റെ റിസൾട്ട് വന്നു. അപ്പൊ BDSനുള്ള റാങ്കേ ഉള്ളായിരുന്നു. ഗവൺമെന്റ് കോളേജിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ BDS കിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോകണം. അതിന് തറവാട്ടിൽ കാശില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പൊ അത് ഞാൻ ഒഴിവാക്കി. പിന്നെ ഇതിന്റെ നിഫ്റ്റിന്റെ റിസൾട്ട് വന്നു. അതിലും സ്കോർ ഉണ്ടായിരുന്നു. ആർക്കിടെക്ചർ വന്ന് CET കിട്ടാനുള്ള സ്കോർ ഉണ്ടായിരുന്നു. അന്ന് കീമാണ്. അന്ന് ഈ നീറ്റിലേക്കൊക്കെ മാറുന്ന സമയം. ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് നീറ്റും റിപ്പീറ്റ് ചെയ്യുന്നതിന് മുന്നേ APMT എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ടെസ്റ്റാ. അന്ന് ഓരോ സ്റ്റേറ്റിന്റെ എൻട്രൻസ് എഴുതാൻ ഓരോ സ്റ്റേറ്റിൽ പോകണം. ഇപ്പം കർണാടകന്റെ കൊമഡ്ക്ക് എന്ന് പറഞ്ഞ എക്സാം എഴുതാൻ കർണാടകയിൽ പോകണം. അപ്പൊ ഒരുപാട് എൻട്രൻസുകൾ ഓടി നടന്ന് എഴുതുന്ന സമയം. അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ്, ഓഗസ്റ്റിലാണ് ഈ ലോ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. മറ്റേ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ക്ലീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ റിസൾട്ടും ഇതേപോലെ വന്നു. റിസൾട്ട് വന്നപ്പോൾ ഓൾ കേരള ഒരു 150 റാങ്കിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടമുള്ള ഗവൺമെന്റ് കോളേജിൽ ഇഷ്ടമുള്ള ഡിഗ്രിക്ക് പോയി ചേരാന്നുള്ള ഒരു പ്രിവിലേജും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയും ലോ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഗ്രി അല്ലേ? LLB അത്രേ ഉള്ളൂ. BBA, LLB, BCom, LLB, പിന്നെ BA ക്രിമിനോളജി വിത്ത് LLB, BSc LLB, അങ്ങനെ പല LLB ഉണ്ട്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. വീണ്ടും പുതിയ പഠിച്ചു. അതായത് 2 ടൈപ്പ് ഓഫ് LLB ഉണ്ട്. ഒന്ന് 3 ഇയർ LLB, 5 ഇയർ LLB. 3 ഇയർ LLBയിൽ നമ്മൾ ലോ മാത്രമേ പഠിക്കുകയുള്ളൂ. അത് നമ്മൾ ഡിഗ്രിക്ക് ശേഷം പോകുന്നതാണ്. 5 ഇയർ LLB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. +2 കഴിഞ്ഞിട്ടുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സ്. അത് ഹോണേഴ്സ് ഡിഗ്രി ആണ്. 5 ഇയർ കോഴ്സ് ആണ്. 2 ഡിഗ്രി ഉണ്ടാവും. അതാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ്. അപ്പം അത് ഓരോ കോളേജിൽ ഓരോ കോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പം കോഴിക്കോട് ലോ കോളേജിലുള്ളത് BBA LLB ആണ്. ഞാൻ BBA LLB ഹോണേഴ്സാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഈ കിട്ടിയിട്ടുള്ള എല്ലാ റിസൾട്ടുകളും കൊണ്ടിട്ട് എന്ത് ചെയ്ത് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോവാ. അപ്പൊ ഹോസ്റ്റലിൽ പോയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും LLBക്ക് സപ്പോർട്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു ലോയർ ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് കൂടുതൽ പ്രിവിലേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പം വീട്ടിലെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ. എൻ്റെ ഉപ്പയുടെ ജനറേഷനിലുള്ള എല്ലാവരും, ഫാദറിന്റെ ജനറേഷനിൽ ഫാദറിന്റെ ബ്രദർ, സിസ്റ്റർ ഒക്കെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജനറേഷനിൽ എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സാണ്. കസിൻസ് ഒക്കെ ഇതൊരു ഡോക്ടർ, എഞ്ചിനീയർ വൈഫ് ഡോക്ടർ ആയിരിക്കും, ഡോക്ടർ വൈഫ് എഞ്ചിനീയർ ആയിരിക്കും. അപ്പം ഇത് കുടുംബത്തിൽ ഭയങ്കര കോമൺ. അതുകൊണ്ട് ഡോക്ടർ ആകുമ്പോൾ എഞ്ചിനീയർ ആകുമ്പോൾ ഭയങ്കര സംഭവം ഒന്നുമില്ല. പിന്നെ ഇവരാരും നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പൊ അന്ന് കുടുംബത്തിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവർ ഞാനേനു. അപ്പൊ വെല്ലിമന്ന് മരിച്ചു പോയി. എല്ലാവർക്കും എല്ലാ കുടുംബത്തിലും അങ്ങനെ. വെല്ലിമക്ക് എന്തെടുത്താലും കുഴപ്പമില്ല, വീട്ടിലുണ്ടാവണം എന്നുള്ളതിനു. അപ്പൊ ഇതെടുത്താൽ വീട്ടിലുണ്ടാവണം എന്നുള്ളതിനു. അപ്പൊ അത് നമ്മൾ പ്രൈമറി കൺസേൺ ആയിട്ടല്ല. പക്ഷെ ഉപ്പന്റെ ബ്രദറിനെയൊക്കെ സംബന്ധിച്ച് ഇവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും മധ്യസ്ഥത ഉണ്ടാവും രാത്രി. അത് ഇതര സ്വത്ത് തർക്കമായിരിക്കും, അല്ലെങ്കിൽ കല്യാണം സംബന്ധിച്ചുള്ള ഡിവോഴ്സ് കേസുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങൾ. ഇത്തരം തർക്കങ്ങൾ വീട്ടിലെപ്പോഴും വരും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരെ ഒരു സക്സസർ എന്നുള്ള നിലയ്ക്ക് ഒരു ലോയർക്കേ പറ്റുള്ളൂ എന്നുള്ള ഒരു കാൽക്കുലേഷന് പുറത്ത് ഇവരും ഇതിന് ഭയങ്കര സപ്പോർട്ടായി. അങ്ങനെ ഞാൻ പിന്നെ എപ്പോഴും നമ്മൾ ഒപ്പീനിയൻ ചോദിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മളെല്ലായിടത്തും ഉന്തി പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി. അപ്പം ടീച്ചേഴ്സിന്റെ അടുത്ത് പോയപ്പോൾ ടീച്ചർ ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പം ടീച്ചർ എടുത്തു ചാടി പറഞ്ഞ്, എന്നെ ഞങ്ങൾക്ക് പണ്ടേ അറിയായിരുന്നു ഈ ഒരു ലോയർ ആവുന്നുള്ളത്. ഇതേ ടീച്ചറാണ് ഇന്നെ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർക്ക് പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ല, ഈ പണ്ട് സ്കൂളിൽ ലീഡറൊക്കെ അല്ലേനു, എനിക്ക് സോഷ്യലിനൊക്കെ നല്ല മാർക്ക് ഇല്ലേനു, എനിക്ക് LLB പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് പണ്ടേ അറിയാനും, എനിക്ക് നല്ല സംസാരിക്കാൻ പറ്റും, ഈ എന്തായാലും ലോയർ ആവണം എന്ന് പറഞ്ഞു. ഇതേ ടീച്ചർ എന്നോട് പറഞ്ഞു, എനിക്ക് ബയോളജിക്ക് ഫുൾ മാർക്കാണ്, ഈ പോയി ഡോക്ടർ ആയിക്കോന്ന് പറഞ്ഞു. പക്ഷെ ടീച്ചേഴ്സും അങ്ങനെ സപ്പോർട്ട്, എല്ലാവരും മാർക്കില്ല അതാണ് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതാണ് സപ്പോർട്ട് ചെയ്യാനുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 10th ബയോളജിക്കും മാത്സിനും സോഷ്യലിനും ഒക്കെ നല്ല മാർക്ക് ചെയ്യും. എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ട്, എല്ലാത്തിലും A+ ഉണ്ട്. അപ്പൊ അവർക്ക് ഏതാണോ താല്പര്യം അവരത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത്. കറക്റ്റ്. അപ്പോ അങ്ങനെയാണ് ഞാൻ ശരിക്കും ലോ കോളേജിൽ പോയി ചേരുന്നത്. അല്ല, പക്ഷെ ഈ പറഞ്ഞല്ലോ പിന്നെ NIT കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു. NIT ഒഴിവാക്കൽ അത്ര ഈസി അല്ലല്ലോ. NIT ഒഴിവാക്കുന്നത് ഈസി അല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ലോ കോളേജിൽ ചേരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ നിന്നിട്ടുള്ള ആ ഹോസ്റ്റലിനെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം എന്നോട് ചോദിപ്പിച്ചത് ശരിക്കും ആ ഹോസ്റ്റലാ. ഒരു ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് എന്ത്, ഒരു ലോയർ ആയി കഴിഞ്ഞിട്ട് എന്ത്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞിട്ട് എന്ത്, CTC മാത്രമാണോ,
അപ്പൊ വേറെ എന്തെങ്കിലും Purpose. പർപ്പസ്, ആ പർപ്പസിനെ കുറിച്ചൊക്കെ ചിന്തിപ്പിച്ചത് ഹോസ്റ്റൽ. അപ്പൊ എന്നെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് അവർ തന്നെ എക്സ്പോഷർ വെച്ച് നോക്കുമ്പോൾ ഒരു ലെസ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ആയിട്ട് തോന്നി. പിന്നെ എന്റെ കസിൻസ് ഒക്കെ എഞ്ചിനീയേഴ്സ്, ഒരാൾ ഇൻഫോസിസിലാണ്, ഒരു മന്ത്ലി ഒരു 10 lakh അബോവ് ഒക്കെ സാലറി ഉണ്ടാവും. ഖത്തർ പെട്രോളിയത്തിൽ ഒരു കസിൻ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ നല്ല സാലറി ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഫാമിലി ഒന്നും നമ്മുടെ മുന്നിലില്ല. ഇവർക്ക് ലൈഫിൽ ഹാപ്പിനെസ് ആണോ അതോ ഇവര് ഡിപ്രസ്ഡ് ആണോ ഒന്നും നമുക്ക് അറിയില്ല. അവരവരുടെ ചെറിയ ഫാമിലി ആയിട്ട് അവർ ലിവ് ചെയ്യാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒരു ഫാമിലി മാനാണ്. എനിക്ക് ഒരുപാട് പേര് വേണം, ഒരുപാട് പേരെ എപ്പോഴും കൂടെ വേണം, അല്ലെങ്കിൽ ഫാമിലിനെ ഒരുമിച്ച് കൊണ്ടുപോകണം. അത്തരം കാഴ്ചപ്പാടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര ലെസ് പർപ്പസ്ഫുൾ ആയി തോന്നി. പിന്നെ എനിക്ക് ലൈഫിൽ എന്റെ വാല്യൂസിന് എതിരായിട്ട് ജീവിക്കേണ്ടി വരും എന്നൊക്കെ തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊരു ഓപ്ഷനേ അല്ലാണ്ട് വെച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി ഞാൻ എഞ്ചിനീയറിംഗ് പിന്നെയും സജസ്റ്റ് ചെയ്യും. കാരണം എഞ്ചിനീയറിംഗ് തരുന്ന വേറൊരു എക്സ്പോഷർ ഉണ്ട്. ഒരു ബിൽഡറെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി എക്സ്പോഷർ. അത് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു നിങ്ങൾ ലോ കോളേജിൽ ചേർന്ന് ഇനി കഥ മുന്നോട്ട് പോട്ടെ. ലോ കോളേജിൽ എത്തിയിട്ടില്ല കേട്ടോ. എട്ടൊക്കെ എത്തില്ല, എട്ടൊക്കെ നമുക്ക് വേഗം എത്തണം. ലോ കോളേജിലേക്ക് ചേർന്ന സമയം കുറച്ച് വീടായിരുന്നു. 2016 കോളേജിൽ ചെയ്യുന്നത്. അപ്പം അവിടെ മുതൽ ഇന്ത്യ മഹാരാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആണ്. അതായത് ഡിമോണിറ്റൈസേഷൻ നടന്ന വർഷമാണ് അവിടെ. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞു, അതിന്റെ ഇടയിൽ കലാമിറ്റീസ് പോലെ ഇപ്പം 2 പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം പറയുന്നത്. ഈ പൊളിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് അനൗൺസ് ചെയ്ത വർഷമായിരുന്നു CAA. പിന്നെ അതുപോലെ ഒരുപാട് നാഷണൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്ത വർഷങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ക്യാമ്പസ് ഭയങ്കര എന്താ പറയാ, ക്യാമ്പസ് ഇതിലൊക്കെ അഫക്റ്റഡ് ആവും, കലുഷിതമായിരുന്നു. അതെ, ക്യാമ്പസിലെ അന്തരീക്ഷം ഇതിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എൻവയോൺമെന്റ് ആയിരുന്നു. അതായത് സമരങ്ങൾ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി സമരങ്ങൾ നടന്ന വർഷങ്ങളായിരുന്നു. ഞാൻ ലിറ്ററലി ഒരു 20-30 ദിവസം മാത്രം പോയിട്ടുള്ള വർഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ക്യാമ്പസുകൾ ഭയങ്കര പൊളിറ്റിക്കലി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ, പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും പിന്നെ കുറച്ച് സോഷ്യൽ പരിപാടികളൊക്കെ ആയിട്ട് ക്യാമ്പസ് കാലഘട്ടം തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ ഒരുപാട് ക്യാമ്പസിലേക്ക് പോവാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അത് പൊളിറ്റിക്കലി ഉണ്ട്. അതുപോലെ തന്നെ ഈ കലാമിറ്റീസ് കാരണമൊക്കെ ക്യാമ്പസുകൾ അടച്ചിടേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി, സമരങ്ങൾ കാരണവും അല്ലാതെയും. അപ്പൊ അങ്ങനെ എഗെയിൻ സ്റ്റുഡിയോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ, എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ആ ക്യാമ്പസ് തീരെ ഒരു ഫ്രണ്ട്ലി ക്യാമ്പസ് അല്ലാണ്ടായി മാറി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഒരുപാട് സബ്ജക്ട്സ് പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ 2017 ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. കോളേജിൽ കയറി തൊട്ടടുത്ത വർഷം. അല്ല, പഠിപ്പിക്കാനുള്ള ആ ഒരു ത്വര എവിടെ നിന്ന്? പൈസ ഉണ്ടാക്കാനുള്ള ത്വര കാരണം. നമുക്ക് ഇൻകം വേണം, പോക്കറ്റ് മണി വേണം കോളേജിൽ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 10th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ +1 +2 പഠിപ്പിച്ചു. പിന്നെ എൻട്രൻസ് കോച്ചിങ് പഠിപ്പിച്ചു. പിന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് സപ്ലൈ ഉള്ളവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത്. പിന്നെ ലോ പഠിക്കുമ്പോൾ ലോ എൻട്രൻസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം എന്തു പഠിപ്പിക്കും. എവിടുന്ന സ്റ്റുഡൻസിനൊപ്പം കിട്ടണേ ആ സമയത്ത്? അക്കാഡമികളിൽ ഞാൻ ടീച്ചറായിട്ട് പോകാറുണ്ട്. ഞാൻ സ്വയം ബിസിനസ് റൺ ചെയ്യല്ല, ഞാൻ എംപ്ലോയി ആയിട്ട്, ഞാൻ പാർട്ട് ടൈം ടീച്ചറായിട്ട് വർക്ക് ചെയ്യും പെർ അവർ ബേസിസിൽ. അപ്പം ഒരു 300 തുടങ്ങി 2000 പെർ ഹവർ വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മന്ത്ലി ഒരു 50,000 60,000 ഒക്കെ ഇൻകം ഉണ്ടാക്കും. പിന്നെ കോളേജിന്റെ ബാനറിൽ ഞങ്ങൾ മാനേജ്മെന്റ് ഫെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആൽബിൻ, നിഖിൽ, ഇർഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ മാനേജ്മെന്റ് ഫെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അവിടെ MBA കോളേജസിലാണ് പോവുക. MBAയിൽ നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഒരു കണ്ടാൽ തന്നെ ഒരു മാനേജർ ലുക്ക് ഉള്ള കൈൻഡ് ഓഫ് കുട്ടികളും വരും. പിന്നെ ഞങ്ങളിൽ ചിലപ്പോൾ മുണ്ടെടുത്തവരുണ്ടാവും, അവായിട്ടവരുണ്ടാവും, ചിലപ്പോൾ ടീഷർട്ടും ജീനൊക്കെ ഇട്ടവരുണ്ടാവും. ഞങ്ങളുടെ ടീം അങ്ങനെയാ. അപ്പൊ ഞങ്ങള് ഈ ഒരു കോളത്തിൽ പോയിട്ട് സ്റ്റേജിൽ പോയിട്ട് ഞങ്ങൾ വിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അതൊരു കിക്കായി. പിന്നെ ഞങ്ങൾ ഒരുപാട് ഫെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഒരു ബിസിനസ് അക്യൂമൻ, അല്ലെങ്കിൽ ബിസിനസ്സിലെ കുറെ ടേംസ് പഠിക്കുന്നതും അതുപോലെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് പഠിക്കുന്നത്. ഈ ഫെസ്റ്റിലൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് കോൺസെപ്റ്റ് വൈസ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ സെല് ചെയ്തതൊക്കെ ഉണ്ട്. അല്ല, അവിടെക്കട്ടെ, ഈ ലോ കോളേജിൽ ഒരു സാധാരണ മാനേജ്മെന്റ് ഫെസ്റ്റിൽ പോലല്ലോ? പോലില്ല. ഞങ്ങൾക്ക് BBA LLB ആണ് ഞങ്ങളുടെ കോഴ്സ് ആക്ച്വലി. അപ്പൊ ഒരു BBA പാർട്ട് ഉണ്ട്, ഒരു LLB പാർട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ ടീച്ചർ ഇതിനെ കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ടീച്ചറും ഞങ്ങൾ ഇങ്ങനെ പോകുന്നുള്ള ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ പ്യൂർലി മണി മോട്ടീവ് ആയിട്ടാണ് പോയത്. ഞങ്ങൾ ടീച്ചർ അയച്ചപ്പം ടീച്ചർ ഒരു പോസ്റ്റർ അയച്ചു. അപ്പൊ പോസ്റ്റർ അയച്ചപ്പോൾ അതിൽ കുറെ ഇവന്റ്സ് ഉണ്ട്. ഇവന്റ്സിൽ അതിന്റെ പ്രൈസ് മണിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ബെസ്റ്റ് മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നതിന് 20,000 എന്ന് പറഞ്ഞു. അപ്പൊ 20,000 മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അത് മാത്രമേ കാണുള്ളൂ. ഫോക്കസ് ആവശ്യം അതായിരുന്നു, അന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിന് പോയി. പിന്നെ ഞങ്ങൾ
യുണൈറ്റഡ് യൂത്ത് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തപ്പം ഈ മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസുകളെ കുറിച്ച് പഠിച്ചു. അതായത് UN നടക്കുന്ന കോൺഫറൻസുകളുടെ മോക്ക് കോൺഫറൻസുകൾ, കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസും ഒക്കെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ 2-3 ഇവന്റ് അറ്റൻഡ് ചെയ്തപ്പം അതിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ 5,000 10,000 ഒക്കെ കിട്ടുക. അപ്പം ഈ ഇവന്റ് അറ്റൻഡ് ചെയ്ത് ഈ ഇവന്റ് നടത്താനുള്ള ഒരു എക്സ്പോഷർ ഞങ്ങൾക്കായി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവന്റ് നടത്തി കഴിഞ്ഞാൽ ഒരു 1 to 2 lakhs ഒക്കെ ഒരു ഇവന്റിൽ നടത്താൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മർക്കസ് യുണൈറ്റഡ് യൂത്ത് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ ഇവന്റ് നടത്തി, ഒരു 40 lakhs വലിയ ഇവന്റ്. അപ്പൊ അങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വഴികളും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട്. അപ്പൊ അങ്ങനെ എന്റെ നാട്ടിലുള്ള ഒരു ഫ്രണ്ടിന്റെ കൂടെ ഞങ്ങൾ 2017 എൻഡിൽ ആ ഒരു സമയത്ത് ഹോം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നമ്മൾ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. ഇതൊരു പഴയ സമ്പ്രദായമാണ്, പുതിയ കാര്യമൊന്നുമല്ല. ഈ സദേൺ ഡിസ്ട്രിക്ട്സിലൊക്കെ, ട്രിവാൻഡ്രം പോലത്തെ ഡിസ്ട്രിക്ട്സിലൊക്കെ സ്കൂൾ കഴിഞ്ഞാൽ കുട്ടികൾ ഈവനിങ് ട്യൂഷന് പോകുന്നതൊക്കെ, വീടുകളിൽ ട്യൂഷന് പോകുന്നത് ഭയങ്കര കോമൺ ആണ്. അതിന്റെ റിവേഴ്സ് വേർഷൻ, കുട്ടികളെ വീട്ടിൽ പോയിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു വേർഷനെ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ വർക്ക് ചെയ്യുന്നത്. അത് പക്ഷെ വർക്ക്ഔട്ട് ആയില്ല. ഞങ്ങൾക്ക് നിന്റെ ലിങ്ക്ഡിനിൽ കണ്ട്. അതെ, അതിന്റെ ഒരു ഹയർ മോഡലാണ് ഇന്റർവ്യൂ. അതെ. അപ്പൊ അത് ഞങ്ങൾക്ക് ശരിക്കും വർക്ക്ഔട്ട് ആയില്ല. അത് പല റീസൺസ് ഉണ്ട്. അവന് കുറച്ച് ഫാമിലി പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ അവന് ലെസ് ഇൻവോൾവ്മെന്റ് ആയിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഒരു പ്രഷറും ഇല്ല, പക്ഷെ ഞാൻ ഒരുപാട് കാര്യത്തിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഞാനും സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവായിരുന്നു. അങ്ങനെയാണ് ശരിക്ക് ഞാൻ ഇപ്പോഴുള്ള എന്റെ കോ ഫൗണ്ടേഴ്സിന്റെ കൂടെ ചേർന്നിട്ട് ഇന്നുള്ള ഇന്റർവ്യൂ കാണുന്നത്. അപ്പൊ ഇന്റർവ്യൂവിൽ ശരിക്കും ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എന്റെ കോ ഫൗണ്ടേഴ്സ് ഇനീഷ്യലി ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്തിട്ടുണ്ട്. അവര് ഫിസിക്കലി കുട്ടികളെ ഒരു സെന്ററിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എഴുത്തിലും വായനയിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി എന്റെ ഈ തോട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. ഈ കോ ഫൗണ്ടേഴ്സിനെ എങ്ങനെയാണ് കണ്ടത്? എങ്ങനെയാണ് പരിചയം? അതും ഭയങ്കര വിയേർഡ് സ്റ്റോറിയാണ്. ഞാൻ 1-2 വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ 5 പേരാണ്, നാജിമ്, ഷിബിലി, അസ്ലഹ്, സനാഫർ, ഞാന്. അപ്പം ഷിബിലി സുല്ലമിലാണ് പഠിക്കുന്നത്, എന്റെ വീടിന്റെ തൊട്ടടുത്താ. എന്റെ അനിയനും ഷിബിലിയും കോളേജിൽ ഒരുമിച്ചാ. അപ്പം ഷിബിലി എപ്പോഴും വീട്ടിൽ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി ഉണ്ടാവും. ഞങ്ങള് എന്റെ വീടിന്റെ അടുത്ത് ആദ്യത്തെ ഓഫീസൊക്കെ, ഇന്റർവ്യൂവിന്റെ ആദ്യത്തെ ഓഫീസൊക്കെ. അപ്പം ഓഫീസിന്റെ എംപ്ലോയീസ് എല്ലാവരും വെള്ളിയാഴ്ച വരുമായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ മുന്നേ, ഇന്റർവ്യൂ തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഷിബിലി വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ വരും ബിരിയാണി കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ ഷിബിലിന് എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. അപ്പം ഷിബിലിയും സനാഫറും ഷിബിലി സുല്ലമിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ 2 മാസം ഒരു കോളേജിൽ പഠിച്ചതാണ്. ആ കോളേജിൽ ജൂനിയർ സീനിയർ ആയിരുന്നു ഷിബിലിയും സനാഫറും. ഷിബിലിന്റെ തന്നെ ബാച്ച്മേറ്റ് ആയിരുന്നു അസ്ലവും. അപ്പോൾ അങ്ങനെയാണ് ഇവര് 3 പേര് പരിചയം. നാജിമും ഷിബിലിയും 10th ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം നാജിം എന്റെ അനിയന്റെ ബാച്ചിലാണ്. അപ്പൊ അവര് 10th വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ബന്ധം. അപ്പൊ നമ്മൾ 5 പേര് മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ഇന്റർവ്യൂവിന്റെ തുടക്ക കാലഘട്ടത്തിൽ. അതില് പിടിച്ചു നിന്നവര് ഞങ്ങൾ 5 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ശരിക്കും 5 പേരുടെ ഒരു സ്റ്റോറി നറേറ്റീവ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. അന്ന് എല്ലാവരും കോളേജിലാണ്. അന്ന് 1-2 പേര് മാത്രം, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. അപ്പം 2021 ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത്. 2021 ഒരുവിധം എല്ലാവരും ഗ്രാജുവേറ്റ് ആവുന്നത്. 2021 നമ്മളൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ. അപ്പം ശരിക്കും എൻ്റെ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പൈസക്കാണ് ടീച്ച് ചെയ്യാൻ തുടങ്ങിയതെങ്കിൽ കൂടെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ശരിക്കും ഇത് പൈസയിൽ ഉപരി ഞാൻ പൈസ ഇല്ലാതെ ക്ലാസ് എടുത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം കുട്ടികളുമായിട്ട് നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആവും. കുട്ടികളുടെ പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലംസ് ആവും. പിന്നെ ചില കുട്ടികളൊക്കെ ഇവർ നല്ല മാർക്സ് സ്കോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈസ പോലും നോക്കാണ്ട് ഇരുത്തി പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ, അതിന്റെ ഒരു പേർപ്പസ് കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയി തുടങ്ങി. ഡീപ്പായിട്ട് മനസ്സിലായി. അതുവരെ നിങ്ങൾ കാശിന് വേണ്ടി ചെയ്യുന്നത്, പിന്നെ അതൊരു പർപ്പസിലേക്ക് മാറി തുടങ്ങി. അപ്പം നമ്മുടെ മുന്നിൽ ഞാൻ പറഞ്ഞ പോലെ കുറെ കുട്ടികളുണ്ട്, അവരുടെ പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലംസ് ആയി. അപ്പം ചില കുട്ടികളിലൊക്കെ നമ്മളിപ്പം 10th പഠിപ്പിക്കുകയും 12th പഠിപ്പിക്കുകയും ഒക്കെ അവരുടെ പ്രോബ്ലം ഒരു 6 to 8 years ബാക്കിൽ തുടങ്ങിയ പ്രോബ്ലംസ് ആയിരിക്കും. ഇപ്പൊ ഈ മാത്സിനോടുള്ള വിമ്മിഷ്ടം അല്ലെങ്കിൽ മാത്സിനോടുള്ള പേടി, ഇതൊന്നും ഒരിക്കലും മോസ്റ്റ്ലി അരിത്തമെറ്റിക് സ്കിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല. അത് ചിലപ്പോൾ ഒരു മാത്സ് ടീച്ചർ കാരണമായിരിക്കും, അല്ലെങ്കിൽ മാത്സിലെ ഒരൊറ്റ ക്ലാസ് കാരണം, ഒറ്റ സെഷൻ കാരണമൊക്കെ ആ ട്രോമ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ഒരു ടീച്ചർ എന്ന് പറയുന്നത്, ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു രോഗം മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നവർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും അതിലേറെ ഇമ്പാക്റ്റ് ആണ് ഒരു ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ടീച്ചർ ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്നെ ബിൽഡ് ചെയ്ത ടീച്ചർക്ക് ഇപ്പൊ വേണമെങ്കിൽ മേ ബി അഭിമാനിക്കാം, ഞാൻ ഇന്ന് ഇത്ര ലാക്സ് ഓഫ് സ്റ്റുഡൻസിനെ സെർവ് ചെയ്യുന്നുണ്ട്, അത്രയും കുട്ടികളിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടീച്ചറാണ് ഞാൻ ഇന്റർവ്യൂ തുടങ്ങാനുള്ള റീസൺ എന്നുണ്ടെങ്കിൽ ശരിക്കും അയാൾ ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്ട് എത്രയാ. അപ്പൊ ആ ഒരു തോട്ടിലൊക്കെ കുറച്ചും കൂടി പേർപ്പസ് ഡിഫൈൻഡ് ആയപ്പം
ഇതേ രീതിയിൽ ഇതേ വാല്യൂസിൽ ടീച്ചിങ്ങിനെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ കാണുന്നവരായിരുന്നു എൻ്റെ കോഫൗണ്ടേഴ്സും. മീൻസ് അവർ ചെയ്യുന്ന ഫെസിലിറ്റിയും. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഒരുമിച്ചിട്ട് പേഴ്സണലൈസ്ഡ് കെയർ കൊടുക്കണം, ഓൺലൈനിൽ 1-on-1 കോൺസെപ്റ്റിൽ നമ്മൾ കുട്ടികളെ സെർവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂലേക്ക് വരുന്നത്. അപ്പൊ അത് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. പക്ഷെ അന്ന് 2019, 20, 21 എന്നൊക്കെ പറയുന്നത് നിപ്പ, പ്രളയം, കോവിഡ് ആ സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോളേജ് പോവാതെ നമുക്ക് ഫുൾ ടൈം ഇതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസൊക്കെ നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. അത് ആദ്യം ഒരു ചെറിയ ഒരു 200 സ്ക്വയർ ഫീറ്റ് സ്പേസ് എടുത്ത്, പിന്നെ ഒരു 500 എടുത്ത്, പിന്നെ ഒരു 1000 എടുത്ത്. അപ്പൊ അങ്ങനെ 3 ഫെസിലിറ്റീസ് ആയിരുന്നു. പിന്നെ 4ാമതൊരു വീണ്ടും ഓഫീസ് എടുത്ത്. അങ്ങനെ 4 ഓഫീസിൽ അരീക്കോട് ടൗണിന്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ എല്ലാവരും സ്കൂട്ടറിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പുകളൊക്കെ. അപ്പം സൈമൺസനൊക്കെ പറഞ്ഞത് സ്റ്റാർട്ട് വിത്ത് വൈയിലേക്കത് എത്തിപ്പെട്ടതാണ്. അതെ, എല്ലാം ആക്സിഡന്റിലായിരുന്നു. ഇപ്പം നിങ്ങൾ സ്റ്റോറി പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, ഞാൻ തൃശ്ശൂർ എത്തിയത് ആക്സിഡന്റിലാണ്, ലോ കരിയർ എടുത്തത് ആക്സിഡന്റിലാണ്, അതിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ടീച്ചിങ്ങിലേക്ക് എത്തിയതും ആക്സിഡന്റിലാണ്, ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. പിന്നെ ആ വഴിയിലേക്ക് എത്തിയതാണ്. പിന്നെ ഓക്കെ, അപ്പൊ നിങ്ങള് കോളേജിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി നിങ്ങളെ പർപ്പസ് ഒക്കെ നിങ്ങൾക്ക് ഡിഫൈൻഡ് ആയി, നിങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് പെർസീവ് ചെയ്ത് തുടങ്ങി. പിന്നെ എപ്പോഴാണ് ഇതൊന്ന് നമുക്ക് ഓക്കെ നമ്മൾ ഭയങ്കര സ്റ്റാർട്ടപ്പ് ആണ്, വി ക്യാൻ സ്കെയിൽ ദിസ് അപ്പ്, ആ ഒരു മോഡിലേക്ക് എപ്പോഴാണ് പോണത്? നമ്മൾ 2018 മുതലാണ് ശരിക്കും ഇന്റർവ്യൂ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 2021 നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്തൊക്കെ തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഇന്റർവ്യൂവിന് ഒരു ബിസിനസ് ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നാട്ടിൽ ഇതുപോലെ ഒരു ഫെസിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് എന്നുള്ളത്, സ്റ്റാർട്ടപ്പ് ആണെന്ന് പോലും നമുക്കറിയില്ല, റിയലൈസ് ചെയ്ത് വളരെ വൈകിട്ടാണ്. ഇപ്പൊ എട്ടെക് എന്ന് പറയുന്ന ബസ് വേർഡ് ഒന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല അൺടിൽ ഒരു 2022 വരെയെങ്കിലും. അപ്പൊ 22 വരെ ആയപ്പോഴത്തേക്ക് ആപ്പ് ഒക്കെ ഉണ്ടോ സ്വന്തമായിട്ട്? ആപ്പ് ഒന്നുമില്ല. നമ്മള് വാട്സപ്പിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, ജിമീറ്റിലുണ്ട്, സൂമിലുണ്ട്, പിന്നെ എല്ലായിടത്തും കൂടി ആയിട്ടായിരുന്നു. എല്ലായിടത്തും കൂടി. അതായത് ഇതിലെ ഓഫ്ലൈൻ ഇല്ല. ഓഫ്ലൈൻ ഒക്കെ നമ്മൾ കോവിഡിന് മുന്നേ തന്നെ ഷട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സൗദിയിലെ സ്കൂൾസിലൊക്കെ ചിലപ്പം മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സൗദിയിൽ കൂടുതൽ മൈക്രോസോഫ്റ്റ് ടീംസ് ആണ്. പിന്നെ ചില കൺട്രീസിൽ മീറ്റ് ആയിരിക്കും, ഇവിടെയൊക്കെ സൂം ആണ് കൂടുതൽ. ഇവിടെ തന്നെ കേരളത്തിൽ ജി മീറ്റ് ആണ് കൂടുതൽ. അപ്പം പല ആൾക്കാരും പല സ്റ്റുഡൻസും പല UAE അവര് കംഫർട്ടബിൾ ആയി മാറി കഴിഞ്ഞിരുന്നു കോവിഡ് കഴിഞ്ഞ സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യേണ്ടി വന്നത്. കുട്ടികൾക്ക് കൂടുതൽ ആ UAE ആണ് കംഫർട്ടബിൾ എന്നുള്ളത്, അല്ലെങ്കിൽ അതിലെ ഫെസിലിറ്റീസ്, അതിലെ ടൂൾസ് ആണ് അവർക്ക് കൂടുതൽ അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി കുട്ടികളെ സെർവ് ചെയ്യുക, അവർക്ക് അവരുടെ ഒരു പേർപ്പസ് അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് മനസ്സിലാക്കി അവർക്ക് കസ്റ്റം കോഴ്സസ് ബിൽഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ശരിക്കും ഇന്റർവെല്ലിന്റെ ഫെസിലിറ്റീസ് ഭയങ്കര വീടാ തുടക്ക കാലഘട്ടം മുതലേ. അതായത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ മുഴുവനായിട്ട് പഠിക്കാൻ ഒരു വ്യക്തി ഉണ്ട്. അവര് ഒരു 45 മിനിറ്റ്സ് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പഠിക്കും. അതിൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നോക്കും, ഫാമിലി എൻവയോൺമെന്റ് നോക്കും, സ്കൂൾ എൻവയോൺമെന്റ് നോക്കും, കുട്ടികൾക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടോ നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ സിറ്റുവേഷൻ എൻ്റെ 360 ഡിഗ്രിയിൽ ആ ഒരു വ്യൂ കിട്ടാതെ നമുക്ക് ആ കുട്ടിക്ക് എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ മാത്സിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടായത്. മാത്സിൽ അധിക കുട്ടികൾ വീക്ക് ആവാൻ കാരണം മാത്സ് ടീച്ചേഴ്സ് ഉണ്ടാവും. മാത്സ് ടീച്ചേഴ്സ് കൊടുക്കുന്ന ട്രോമ അതുമൂലമാണ് അധിക കുട്ടികൾക്കും മാത്സ് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയി മാറുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മളൊരു കസ്റ്റം കോഴ്സ് കുട്ടിക്ക് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്റർവൽ 25,000 കുട്ടികൾ ശരിക്കും 25,000 കോഴ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അവർക്കൊക്കെ നമ്മൾ കസ്റ്റം അക്കാഡമിക് കാലണ്ടർ ബിൽഡ് ചെയ്യും. അപ്പൊ ഇതെല്ലാം മാനുവലിയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് ഇതുപോലെ ഒരു കൗൺസിലർ ഉണ്ടാവും, ഒരു അക്കാഡമിക് മെന്റർ ഉണ്ടാവും, പിന്നെ മൾട്ടിപ്പിൾ സബ്ജക്ട്സിന് ടീച്ചേഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു ക്ലയന്റ് റിലേഷൻ ഓഫീസർ ഉണ്ടാവും, ഒരു ഹാപ്പിനെസ് ഓഫീസർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് ഒരു കുട്ടിയുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി ഇനീഷ്യൽ കാലഘട്ടം മുതലേ ബ്ലീഡിങ് ചെയ്തു, പ്രോഫിറ്റബിൾ അല്ലായിരുന്നു. അപ്പം ഒരു സമയം സ്കെയിലബിളും അല്ല, മോഡൽ സ്കെയിലബിളും അല്ല, പ്രോഫിറ്റബിളും അല്ല. അപ്പൊ ഒരു സമയം എത്തിയപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സീക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അതുവരെ കടത്തിലായിരുന്നു. അപ്പൊ അതുവരെ നിങ്ങൾ 5 പേരുള്ളത് എപ്പോഴാണ് നിങ്ങളൊരു ഔട്ട്സൈഡ് ആളെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയത്? അത് തുടക്ക കാലഘട്ടം മുതലുണ്ട്. നമ്മൾ സിൻസ് ഡേ 1 നമുക്ക് അറിയാത്ത പണി അറിയുന്നവർ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ എല്ലാ പണി എടുക്കാൻ നോക്കിയിട്ടില്ല. ഇപ്പം ഡിസൈനിങ് ഒക്കെ എന്റെ അനിയനായിരുന്നു ചെയ്തിരുന്നത്. അവൻ അന്ന് മുതലേ ഡിസൈൻ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു ഷാദി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഓൻ മൊബൈലിലായിരുന്നു ആദ്യം വീഡിയോ എടുത്തിരുന്നത്. അപ്പൊ എല്ലാം നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സാലറി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സബ്ജക്റ്റിനും മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ സബ്ജക്ട് എക്സ്പേർട്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. സബ്ജക്ട് എക്സ്പേർട്സ് ഒക്കെ നമുക്ക് നാട്ടിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആയതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് ആ സബ്ജക്റ്റിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു ഇഷ്ടംപോലെ. ഇതിനൊക്കെ കാശ് നിങ്ങൾക്ക് ബ്ലീഡിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിരുന്നു? പിന്നെ സാലറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സാലറി ഒന്നല്ല. നമ്മൾ 2,000, 3,000, 4,000 ഒക്കെ സാലറി കൊടുത്ത സമയമുണ്ട്. അപ്പൊ അങ്ങനത്തെ സാലറി പാക്കേജസിലൊക്കെ ആയിരുന്നു തുടക്ക കാലഘട്ടത്തിൽ. പക്ഷെ നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. അത് ഫാമിലിയിൽ നിന്നുണ്ട്, ഫ്രണ്ട്സ് നിന്നുണ്ട്, റിലേറ്റീവ്സ് നിന്നുണ്ട്, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് നിന്നുണ്ട്, പല സ്ഥലത്തും നമ്മൾ എടുത്തിട്ടുണ്ട്.
ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതൊരു ബിസിനസ് ആണെന്നുള്ളതും ബിസിനസ് ആകുമ്പോൾ അതിനൊരു ബിസിനസ് മോഡൽ വേണമെന്നുള്ളതും സ്കെയിലബിൾ ആവണം, പ്രോഫിറ്റബിൾ ആവണം, ഇത്തരം തോട്ട്സ് ഒക്കെ ആ ഒരു 2022 സമയ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. ബേസിക്കലി കടം വാങ്ങാൻ ഇനി മുന്നിൽ ആൾക്കാരെ വരാതിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനൊരു 1.5 ഇയേഴ്സിന്റെ ഉള്ളിൽ ഒരു 200-ൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓരോ ഇൻവെസ്റ്റേഴ്സും പറയുന്നത് സ്കെയിലബിൾ അല്ല എന്ന് പറയുന്നതിന്റെ പല ഡെഫിനിഷൻസ് ആണ്. സ്കെയിലബിൾ അല്ല അല്ലെങ്കിൽ നല്ല ബിസിനസ് മോഡൽ അല്ല എന്ന് പറയാൻ അവർക്കൊരു n നമ്പർ ഓഫ് റീസൺസ് ഉണ്ടാവും. ആ റീസൺസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നീട് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് എന്നുള്ളതിലേക്ക്. അപ്പൊ അതിനെ സോൾവ് ചെയ്താണ് നമ്മളൊരു സ്കെയിലബിൾ മോഡൽ, ബിസിനസ് മോഡൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി അഗെയിൻ ഒരു ആക്സിഡന്റൽ ഓൺടർപ്രണേഴ്സ് ആണെങ്കിൽ നമ്മൾ പറയാം, നമ്മൾ കുട്ടികളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റി തുടങ്ങിയതാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇത് സ്കെയിൽ ചെയ്യണം, ബിസിനസ് പ്രോഫിറ്റബിൾ ആവണം എന്നുള്ളത് കൊണ്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണറെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അതിന്റെ അകത്തിന് ഉൾത്തിരിഞ്ഞു വന്നതാണ്. അപ്പൊ ഇപ്പോഴും നിങ്ങളെ ബിസിനസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും യു നീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, റൈറ്റ്? യെസ്. പക്ഷെ അതൊക്കെ പെർ അവർ ബേസിസിൽ പണ്ടത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. നീ പെർ അവറിലും അതെ, ടീച്ചേഴ്സ് എല്ലാം അങ്ങനെയാണുള്ളത്, പെർ ഹവറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫുൾ ടൈം ടീച്ചേഴ്സ് ഉണ്ട്, ബട്ട് വെരി ലെസ്, ഒരു ബിലോ 2% ഒക്കെ ഉള്ളൂ. നമുക്ക് മോർ ദാൻ ഒരു നിയർലി 10,000 ടീച്ചേഴ്സ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് നമ്മുടെ പൂളിലുണ്ട്. ഒരു പെൻഡിങ് അപ്ലിക്കേഷൻസ് ഒരു 20,000-ന്റെ മേലെ ഉണ്ട് ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പം ടീച്ചേഴ്സ് ഈസ് എ വെരി ലാർജ് കമ്മ്യൂണിറ്റി ആൻഡ് അതിന് പല റീസൺസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ എൻവയോൺമെന്റ്, ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് എമംഗ് വിമൻ, അല്ലെങ്കിൽ വിമന്റെ പ്രയോറിറ്റീസ്, അവർക്ക് വർക്ക് ഫ്രം ഹോമിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പൊ ഇന്റർവെൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു വിൻ ആണ്. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇൻകം കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ശരിക്കും ഇന്റർവെൽ. അപ്പൊ അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ അരീക്കോട് ഓഫീസിൽ ഏകദേശം 350 പീപ്പിൾ ഉണ്ട്. പിന്നെ നമുക്ക് ദുബായിൽ ഒരു ടീമുണ്ട്, ഹെൽസിംഗിയിൽ ഒരു ടീമുണ്ട്. ഹെൽസിംഗിയിൽ എത്താൻ കാരണം ഫിൻലാൻഡിൽ അത് നിങ്ങൾക്ക് ആക്സിലറേറ്റർ അല്ല, അത് ആക്ച്വലി അത് ഒരു ടാലന്റ് ബൂസ്റ്റ് പ്രോഗ്രാം എന്ന് പറയും. അതായത് അക്രോസ് ദി ഗ്ലോബ് 5 കോണ്ടിനെന്റ്സ് 5 ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവരവിടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടുത്തെ ടീമുമായിട്ട് ഒരു 7 days ഒരു എന്താ പറയാ കൾച്ചർ ഇന്റർചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനുള്ള ഒരു അവസരം. അപ്പൊ നമുക്കും അത് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. അവരെ സംബന്ധിച്ചും ഇപ്പം നമ്മളെപ്പോലത്തെ ഒരു കൺസ്യൂമർ കൺട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൺട്രി, ഇത്രയും വലിയ മാർക്കറ്റിൽ നിന്ന് ഒരു ഫൗണ്ടർ വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഡ്ടെക് അവിടെ അത്ര ആക്റ്റീവ് അല്ല ഫിൻലാൻഡ് പോലത്തെ ഒരു രാജ്യങ്ങളിൽ, കാരണം അവിടുത്തെ എഡ്യൂക്കേഷന്റെ കോൺസെപ്റ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു എഡ്ടെക് എങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നുള്ളതൊക്കെ അവർക്ക് ഒരു എന്താ പറയാ ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കോഴ്സ് ആണ്. അപ്പൊ അങ്ങനെ പല റീസൺസും കൊണ്ട് അവർ സെലക്ട് ചെയ്ത് നോളജ് എക്സ്ചേഞ്ച് ആണ് ബേസിക്കലി. അപ്പൊ അങ്ങനെ അവിടെ ഫിൻലാൻഡിലെത്തി. അപ്പൊ ഫിൻലാൻഡിൽ കുറെ നല്ല മനുഷ്യന്മാരെയും കുറെ നല്ല റിസോഴ്സിനെയും കിട്ടി. കാരണം എഗെയിൻ നമ്മൾ ഉള്ളിന്റെ ഉള്ളിലൊരു ടീച്ചർ ആണല്ലോ. അപ്പം നല്ല കുറെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല കുറെ എഡ്യൂക്കേഷൻ ഫിലോസഫീസിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ ഇതെന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ പറ്റില്ല, മേ ബി ഇപ്പൊ വർക്ക്ഔട്ട് ആവാൻ പറ്റില്ലായിരിക്കും, ബട്ട് ആഫ്റ്റർ ഒരു 10-15 years എന്തായാലും ഇവിടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്ന കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ അവിടെ കണ്ടു. അത് സ്കൂളിൽ കുട്ടികളെ കുക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്, കാർപ്പൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സ്കൂളിൽ പോയപ്പം അവിടെ കുട്ടികൾ ഇരുന്നിട്ട് മരം മുറിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും മരം മുറിക്കുക, എന്നിട്ട് മരത്തിനെ മുറിച്ച് അതിനെ ഒരു ഫർണിച്ചറാക്കി മാറ്റുന്ന എൻ്റയർ പ്രോസസ്സ് ഒരു ജൂനിയർ സ്കൂളിലെ കുട്ടികൾ ഇരുന്ന് ചെയ്യുക. അപ്പൊ അതിലൂടെ എന്താണ് അവർ പോർട്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സ്കിൽസ് ആണ് അവർ കുട്ടികളിൽ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ സ്കിൽസ് മുതൽ ക്രിയേറ്റിവിറ്റി വരെ ഒരുപാട് സ്കിൽസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ റൂം പെയിന്റ് അടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഫേർണിച്ചർ പെയിന്റ് അടിപ്പിക്കുന്നത്, മുറിച്ച് ഇതിനെ ഒരു വുഡൻ പീസാക്കി മാറ്റിയിട്ട് അതിനെ പിന്നെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നത്, ഈ പ്രോസസ്സൊക്കെ ശരിക്കും ഭയങ്കര ബെനിഫിഷ്യൽ ആയി തോന്നി കുട്ടികൾക്ക്. ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഫിലോസഫീസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഉള്ളിൽ ഒരു ടീച്ചറുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫിലോസഫീസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് ബേസിക്കലി ഇന്റേൺസ്, കോളേജ് സ്റ്റുഡൻസിനെ ഇന്റേൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ഒരു പോളിസി ഉണ്ട്. ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റീസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു പ്രോബ്ലം കൊടുക്കുക, അവർ സോൾവ് ചെയ്തിട്ട് അതിനൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് തിരിച്ചു തരും. അപ്പൊ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആണ്. അതിനവർ പൈസ ഒന്നും മേടിക്കില്ല, ഗിവ് മീ പ്രോബ്ലംസ്. ആ പ്രോബ്ലംസിന് അവർ സൊല്യൂഷൻസ് ആയിട്ട് ബിൽഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫൈനൽ ഔട്ട് ആയിട്ട് തരും. അപ്പൊ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റീസുമായിട്ട് പാർട്ണർ ചെയ്തിട്ട് ഇങ്ങനത്തെ കുറെ പ്രോഗ്രാംസും ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് കോഴ്സസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിരുന്നു. നമ്മളിപ്പം 2.5 വയസ്സായ കുട്ടികളെ കുക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട് വെസ്റ്റേൺ കൺട്രീസിൽ. ഇവിടെ ഉള്ളവരെ കുക്കിംഗ് പഠിപ്പിക്കാൻ ഇവിടുത്തെ പാരന്റ്സിന് അത്രത്തോളം പാരന്റ്സ് വളർന്നിട്ടില്ല, അല്ലെങ്കിൽ വെരി മൈനർ കമ്മ്യൂണിറ്റി മാത്രമാണ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിന് കുട്ടികളെ ചേർത്തി കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് മാർക്കില്ല, സ്കൂളിൽ ഇംഗ്ലീഷിന് മാർക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വഴക്ക് കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടുത്തെ മാർക്കറ്റ് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ഇവിടെ കുറച്ചും കൂടി മാർക്ക് ഡ്രിവൺ ആണ്. ഇമ്പാക്ട് എന്ന് പറയുന്നത് മാർക്സ് ആണ്. അവിടെ ചില കൺട്രീസിലേക്ക് എസ്പെഷ്യലി നോർഡിക്സിൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ കുട്ടികളുടെ സ്കിൽസ് ആണ്.
അപ്പൊ അത് അവർക്ക് മുന്നിൽ കാണാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കോഴ്സസ് ഒക്കെ ഫോർ ദി സേക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു വലിയ ബിസിനസ് ആവില്ല ഒരിക്കലും. പക്ഷെ ഒരു ഉള്ളിൽ ടീച്ചർ ഉള്ള ഒരാൾക്ക് സംബന്ധിച്ച് ഒരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അതായത് ഒരു കുട്ടിയെ കുക്കിംഗ് പഠിപ്പിച്ചിട്ട് ആ കുട്ടി വീട്ടിൽ ഈവനിങ് ഒരു കുറച്ച് കുക്കീസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ളവർക്ക് സെർവ് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാവുന്ന ഡൈനാമിക്സ്, അല്ലെങ്കിൽ വീട്ടിൽ ഡൈനാമിക്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അവിടെ ഉണ്ടാവുന്ന ഹാപ്പിനെസ്, ഇതിനൊന്നും ശരിക്കും നമുക്ക് മാർക്സ് പോലത്തെ ഒരു മെഷറബിൾ KPI ആക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ കോഴ്സസും ചെയ്യണമെന്ന് ഉള്ളിൽ ടീച്ചറുള്ള എനിക്ക് സ്വാഭാവികമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഹെൽസിങ്കിലെ ടീം. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മളെ KPH പറഞ്ഞ ടെക് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ അകത്ത് എല്ലാവരും ഫെലിക്സിന്റെ ഒരു 2 മാസം പോയിട്ട് ഒരു കൺട്രിയിൽ നിൽക്കണം, എന്നാലേ അവിടെ എന്താണ് നടക്കുന്നത് മനസ്സിലാവുള്ളൂ. ശരി. എന്നെ യാത്രകൾ ശരിക്കും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. യാത്രകളാണ് ശരിക്ക് എന്നിലുള്ള ഒരു ലീഡറെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇപ്പം ഞാൻ ലോ കോളേജ് ഒക്കെ പറയുമ്പോഴും ലോ കോളേജിലെ ലീഡർഷിപ്പും അതൊരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. അത് മേ ബി ഒരു 0 to 1 വർക്ക് ചെയ്യും. ബട്ട് ഒരു 1 to 100 സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്കെയിലിംഗ് സ്റ്റേജിൽ ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ബേസിക് ഫൗണ്ടേഷൻസ് എനിക്ക് പഠിപ്പിച്ചെന്ന് ശരിക്കും ഈ യാത്രകളാണ്. അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഫൗണ്ടേഴ്സ്, അതായത് യൂണിക്കോൺ ഫൗണ്ടേഴ്സിനെയൊക്കെ ഞാൻ ഒരു രാവിലെ മുതൽ ഈവനിങ് വരെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കിട്ടിയത് എനിക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പൊ അവര് തന്നിട്ടുള്ള ഇൻസൈറ്റ്സ്, അവരെത്രത്തോളം ഡൗൺ. ഫിൻലാൻഡിൽ ഞാൻ ഫിൻലാൻഡിൽ പോയി, അവിടെ ഒരു 5 day പ്രോഗ്രാമിനാണ് പോയത്. 7 days നിന്നു. അവിടുന്ന് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം നേരെ സ്വീഡനിലേക്ക് പോയി. ഷെങ്കൻ വിസ ആണല്ലോ. അപ്പൊ സ്വീഡനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എബിൻ എന്ന് പറഞ്ഞിട്ട്, എസ്കിൽസ്റ്റൂണ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു 4-5 days ഒരു MD യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ള ഒരു ചെറിയ ടൗണാണ്. സ്റ്റോക്ക്ഹോമിൽ ഒരു 2-3 hours. അപ്പൊ അവിടെ ഒരു 4-5 days നിന്നു. അവിടുന്ന് നേരെ മാഡ്രിഡിൽ നിന്ന് ബാസയ്ക്ക് പോയ ഒറ്റ റീസണേ ഉള്ളൂ, ബാഴ്സലോണ കളി കാണാനും വേണ്ടിയിട്ട്. അവിടുന്ന് പിന്നെ ലിയോണിന്റെ യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടുന്ന് പാരീസിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ എനിക്ക് അവിടെ റെസിഡൻസ് പെർമിറ്റ് കിട്ടി, ടെമ്പററി. അപ്പൊ ടെമ്പററി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പോയി, പിന്നെ നെതർലൻഡ്സിൽ പോയി. അപ്പൊ നെതർലൻഡ്സിൽ നിന്നാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലുള്ള ഒരു ഡിഫറൻസസ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാവുന്നത്. അതായത് 0 to 1, 1 to 100 ആ കോർപ്പറേറ്റ് കൾച്ചറിലെ ഡിഫറൻസസ് എങ്ങനെയാണെന്നുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ആ എക്സ്പോഷർ ഒക്കെ കിട്ടുന്നത് നെതർലൻഡ്സിൽ നിന്നാണ്, അവിടെയുള്ള കുറച്ച് സ്റ്റാർട്ടപ്സുമായിട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GCC കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏഷ്യൻ കൺട്രീസിലായിട്ടുള്ള സിംഗപ്പൂർ പോയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പോഷേഴ്സ് കിട്ടുന്നത്. അവിടെ ഞാൻ ഇതേപോലെ DBSന്റെ ഒരു ഇവന്റിന് പോയി. പിന്നെ അവിടുത്തെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടാണ് ശരിക്കും സിംഗപ്പൂർ പോകുന്നത്. അപ്പം അവിടുത്തെ കുറച്ച് VC ഫേംസുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ VCസുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോഴാണ് ഒരു ഫിനാൻസ് പെർസ്പെക്റ്റീവിൽ ആ ഡിഫറെന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രോത്ത് സ്റ്റേജസിൽ സ്റ്റാർട്ടപ്സ് എങ്ങനെ ആക്ട് ചെയ്യണം അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള നോളജ് ഒക്കെ കിട്ടുന്നത് ശരിക്കും സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കണക്ഷൻസ് എന്നാണ്. അപ്പോൾ എപ്പോഴും ട്രാവൽ ഇന്നുള്ള ഇന്റർവെല്ലായി കഴിഞ്ഞാൽ, ഞാൻ എന്നുള്ള ഫൗണ്ടറിലായി കഴിഞ്ഞാൽ, CEO-ലായി കഴിഞ്ഞാലൊക്കെ ശരിക്കും ഈ ട്രാവലിംഗ് ഒരുപാട് റോൾ വഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ട്രാവലിംഗിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികൾ ഒരുപാട് റോൾ വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് തിരിച്ചു വരാം. 350 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ മെജോറിറ്റി വർക്ക് ഫോഴ്സ് ഫീമെയിൽ ആണോ? അതെ. എത്ര പെർസെന്റേജ് ആണ് ഇപ്പോ? 72% ആണ് ലാസ്റ്റ് കണക്ക് പ്രകാരം. സംവർ ബിറ്റ്വീൻ 70 to 75%. ഓക്കെ, ഈ ഒരു ഫീമെയിൽ വർക്ക് ഫോഴ്സിനെ കുറിച്ച് ആ ഒരു സെറ്റപ്പിലേക്ക് നിങ്ങൾ എത്തിയതിന് റീസൺ തന്നെ എത്തിപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഒരു സമയം വരെ തന്നെ എത്തിപ്പെട്ടതാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഷ്യസ്ലി നമ്മളത് ചെയ്യാൻ തുടങ്ങി. അതാണ് സത്യം, ടു ബി ഹോണസ്റ്റ്. അപ്പം തുടക്കത്തിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത് സെയിൽസും B2C ഒക്കെ ആകുമ്പോൾ സെയിൽസും കസ്റ്റമർ സപ്പോർട്ടും ആണ്. അപ്പൊ സെയിൽസിലും കസ്റ്റമർ സപ്പോർട്ടിലും എപ്പോഴും പാരന്റ്സുമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെപ്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഇമ്പാക്റ്റിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഫീമെയിലിനായിരുന്നു, അല്ലെങ്കിൽ വിമണ്ണാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് അതിലേക്ക് കൊടുത്തു തുടങ്ങിയിരുന്നത്. പിന്നെ ഒരു വിമൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടാവുമ്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ ആകുമ്പോൾ ഉണ്ടാവുന്ന കുറെ ബെനിഫിറ്റ്സ്, അതിന് 2 സൈഡും ഉണ്ട്. പക്ഷെ ബെനിഫിറ്റ്സ് നമ്മളെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മൾ പിന്നെ കോൺഷ്യസ്ലി ഒരു റിസർവേഷൻ പോലെ അത് കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം കുറെ മൂവൺ വർക്ക് ഫോഴ്സ് ആണ്. എഗെയിൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ആ ഫണ്ടിങ് ഇഷ്യൂ വന്നല്ലോ, അതായത് ഫണ്ട്സ് കയ്യിൽ നിന്ന് പോവാണ്, ഇനി കടം വാങ്ങിക്കാൻ ആളില്ല. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ പിന്നെ ചെയ്തത്? ആക്ച്വലി ഞങ്ങൾ എന്തിന് ഫണ്ട് റേസ് ചെയ്തു എന്നുള്ളതും ശരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ശരിക്കും എപ്പോഴും എല്ലാവരും, ഈവൻ ഞാൻ ഫെലിക്സും വരെ ഞങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫണ്ട് റേസിംഗ് വേണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക് ആണല്ലോ ബൂട്ട് സ്ട്രാപ്പിംഗ് വീസസ് ഫണ്ട് റേസിംഗ്. അപ്പോൾ ശരിക്കും ഫണ്ട് റേസ് ചെയ്യണോ വേണോ, അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിലൊക്കെ ഇതിന് ഐഡിയൽ ഡിസ്കഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പസ് ആണ്.
ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാണ്, എന്തിന് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാണ്, എന്തിന് ഫണ്ട് റേസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം. ഇത് ഞങ്ങൾക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളുടെ മുന്നിൽ ഈ കമ്പനി റൺ ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് ഫണ്ട് വേണ്ടായിരുന്നു. കമ്പനി പ്രോഫിറ്റബിലിറ്റി എങ്ങനെ എത്തിക്കണം, അല്ലെങ്കിൽ ഏത് പോയിന്റിൽ എത്തും എന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സ്കെയിൽ ചെയ്യാനായിരുന്നു ശരിക്കും ഫണ്ട് വേണ്ടായിരുന്നു. അപ്പം ഇമ്പാക്ട് കൂട്ടണം. അതെ, അതായത് അതിന്റെ മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു സ്റ്റുഡൻസിന് ആക്ച്വലി അക്വയർ ചെയ്യുന്നത്? വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നോ ഓറൽസ്? ഞങ്ങൾക്ക് വേർഡ് ഓഫ് മൗത്ത് ആണ് കൂടുതൽ. അത് വേർഡ് ഓഫ് മൗത്തിൽ റെഫറൻസ് കൂടുതലാണ്. പേരൻസ് തന്നെ റെഫർ ചെയ്യും, നിങ്ങൾ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഇവന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നിങ്ങൾ ഒരു കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഫർ ചെയ്യുമായിരുന്നു. പിന്നെ വേർഡ് ഓഫ് മൗത്തിൽ തന്നെ ഡയറക്റ്റ് നമ്മുടെ റിസപ്ഷനിലേക്ക് വരുന്നവരുണ്ട്. പിന്നെ അവരറിയും, വേർഡ് ഓഫ് മൗത്തിലൂടെ അവർ ആദ്യം കേൾക്കും. പിന്നെ നമ്മൾ മെറ്റ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ മെറ്റ വഴി വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഒരു 80% അവർ ഓൾറെഡി ഇന്റർവ്യൂ എവിടെ കേട്ടിട്ടുണ്ടാവും. അത് എയ്തർ ഒരു ടീച്ചർ അവരുടെ ഫാമിലിയിൽ ഇന്റർവ്യൂ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ഓൾറെഡി ഇന്റർവ്യൂ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുന്നവർ തന്നെയാണ് കൂടുതലും. അപ്പൊ ഇന്റർവ്യൂവിന്റെ സർവീസിനെ കുറിച്ച് അവർക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ കസ്റ്റമർ അക്വിസിഷൻ. ഇപ്പം കൂടുതലും സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ കോണ്ടന്റ് മാർക്കറ്റിംഗ്, മെറ്റയ്ക്ക് ഞങ്ങളിപ്പോ എക്സ്ക്ലൂസീവ്ലി മെറ്റ കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്ത മറ്റൊരു സമയം ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ചാനൽസ് എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ഇനീഷ്യലി അധികം കാക്ക് ഇൻക്രീസ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റിയത് ഈ വേർഡ് ഓഫ് മൗത്ത്. ഓക്കെ, ഫണ്ടിങ്. അപ്പൊ ഫണ്ടിങ്, ബൂട്ട് സ്ട്രാപ്പിംഗ് ഫണ്ടിങ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെ. അപ്പൊ ആ ചോദ്യം, ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് പോകണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. കാരണം അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് ഇത് സ്കെയിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു എല്ലാ ഫൗണ്ടേഴ്സിനും യുനാനിമസ് ആയിട്ടുള്ള തോട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും സ്കെയിലിംഗിൽ തന്നെയായിരുന്നു. അപ്പൊ സ്കെയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഫണ്ട് വേണം. ഫണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൂ. പക്ഷെ നമുക്ക് കൊണ്ടുനടക്കാം ഒരു കാലം വരെ. അപ്പം സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങുന്നത്, അതായത് GCCയിലൊക്കെ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണം, കുറച്ച് നല്ല പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യണം, കുറച്ച് നല്ല ടീം മെമ്പേഴ്സിന് ടീമിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെയായിരുന്നു നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പിച്ച് ചെയ്യാൻ തുടങ്ങി. കേരളത്തിലുള്ള ഏഞ്ചൽ നെറ്റ്വർക്സിൽ പിച്ച് ചെയ്തു, VCസിൽ പിച്ച് ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 1.5 വർഷം പിച്ചിങ് തന്നെയായിരുന്നു. ഞങ്ങൾ സക്സസ്ഫുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ചെയ്ത ഒരാൾ പോലും ഞങ്ങൾക്ക് ഫണ്ട് തന്നിട്ടില്ല. ഞാൻ പിച്ച് ചെയ്ത ഒരാൾ ഞങ്ങൾക്ക് ഫണ്ട് തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എല്ലാ പിച്ചിങ് എക്സ്പീരിയൻസും ശരിക്കും നമ്മുടെ ഇന്റർവെല്ലിന്റെ ജേർണിയിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ തന്ന സജഷൻസ്, അവർ ചോദിച്ച ചോദ്യങ്ങൾ, എൻ്റെ അടുത്ത് ഇപ്പോഴും FAQs ഉണ്ട്. ഏകദേശം ഒരു 500+ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. ഇൻവെസ്റ്റേഴ്സ് ഇന്റർവെല്ലിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ. അതിന് എല്ലാ ചോദ്യത്തിനും ഉത്തരം ഉണ്ട് എന്നുള്ളത് ഞാൻ തൊട്ടടുത്ത പിച്ചിങ്ങിൽ പോകുമ്പോൾ ഉറപ്പ് വരുത്താറുണ്ട്. അതിൻ്റെ ഒരു കൾച്ചറായി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ബിൽഡ് ചെയ്തതിൽ ഒരുപാട് റോൾ വഹിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഫണ്ടിങ് വേണ്ടാത്ത സമയത്ത് ഞാൻ പിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല ഒരു ഇൻവെസ്റ്റർ ആണ്, ഒരു 4-5 റൗണ്ട്സ് ഒക്കെ ഡിസ്കഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവൽ വാല്യുവേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ടായിരിക്കാം ഈ 2023 സമയത്താണ് ഈ നിർമ്മല സീതാരാമന്റെ റെഫറൻസ് ഒക്കെ വരുന്നത്, നമ്മുടെ ഫിൻലാൻഡ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള. അപ്പൊ ആ റെഫറൻസ് വന്നത് മുതൽ പിന്നെ എക്കോസിസ്റ്റത്തിൽ നല്ല ഇമേജ് ആയി. അപ്പോഴത്തേക്ക് നിങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ 2021 സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആർക്കും നമ്മളെ കുറിച്ച് അറിയത്തില്ല. ഇതിന് ശേഷം പിന്നെ ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങി, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് സീക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ നമ്പേഴ്സ് വളരെ നന്നായിട്ട് നല്ല സ്പീഡിൽ തന്നെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. മോർ ദാൻ 100% ഗ്രോത്ത് നമുക്ക് ഇയർ ഓൺ ഇയർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. നമ്മൾ കമ്പനി പ്രോഫിറ്റബിൾ ആയി. അപ്പൊ പ്രോഫിറ്റബിൾ ആയപ്പോൾ തന്നെ നമുക്ക് സ്കെയിലിംഗിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഒക്കെ അവിടെ നിന്ന് കിട്ടാൻ തുടങ്ങി. പിന്നെ ഒരു റാപ്പിഡ് ഗ്രോത്ത് എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുത്തപ്പം നമ്മൾ വീണ്ടും ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നെ നമുക്ക് വന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ നമ്മൾ തന്നെ റിവേഴ്സ് പിച്ചിങ് ആയിരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് പിച്ച് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് നമ്മൾ എന്തിന് എന്നെ എടുക്കണം എന്നുള്ളത് അവർ പറയും. പിന്നെ നമുക്ക് വാല്യൂ അഡീഷൻസ് നമ്മുടെ കമ്പനിക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന 1-2 വാല്യൂ അഡീഷൻസ് ഉണ്ട്. അത് വിയേർഡ് ആയിരിക്കാം, ബട്ട് നമ്മുടെ കമ്പനിക്ക് വേണം തോന്നിയ വാല്യൂ അഡീഷൻസ് ആണ്. അത് തരാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സിനെ, ഏഞ്ചൽസിനെ നമ്മൾ ചൂസ് ചെയ്തു, അവർ ഓൺബോർഡ് ചെയ്തു. അതും നമ്മൾ ഒരുപാട് ഏഞ്ചൽസിന് എടുത്തിട്ടില്ല, ഒരൊറ്റ ഏഞ്ചൽ ഹൈ ടിക്കറ്റ്. അങ്ങനെയായിരുന്നു നമ്മുടെ ആദ്യം മുതലുള്ള തീസിസ്. ഒരുപാട് പേര് എന്റർടൈൻ ഒരാളെടുത്തു. അന്ന് നമ്മൾ 2 crore ആണ് നമ്മളന്ന് എടുത്തത്. അതാണ് 2023. ഓക്കെ, അങ്ങനെ അത് എടുത്തിട്ട് നിങ്ങൾ സ്കെയിൽ ചെയ്തു? അതെടുത്തിട്ട് നമ്മൾ സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇപ്പൊ എവിടെയാണ് ആ ജേർണി എത്തി നിൽക്കുന്നത്? അതിനുശേഷം പിന്നെ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു ഫണ്ട് റേസിംഗിന്റെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഒരു NDA ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു ബിഗർ റൗണ്ട് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ഹൈ പേസിൽ ഗ്രോ ചെയ്തു, കമ്പനി പ്രോഫിറ്റബിൾ ആയി, നമുക്ക് നല്ല ലിക്വിഡിറ്റി ഉണ്ടായി. നമ്മൾ അക്രോസ് ഒരു 60+ കൺട്രീസിൽ നമുക്ക് കസ്റ്റമേഴ്സ് ആയി. ഈ 60+ കൺട്രീസിലും ആരാ നിങ്ങളെ കസ്റ്റമേഴ്സ്? മലയാളികളാണ്? മലയാളികളുണ്ട്, അവിടുത്തെ നേറ്റീവ്സും ഉണ്ട്. അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്റ്റുഡന്റ് സ്പ്ലിറ്റ് എങ്ങനെയാണ്? എത്ര മലയാളികൾ, എത്ര ഇന്ത്യൻസ്? ഓർ മേ ബി 80% മലയാളികളാണ്, 90% ഇന്ത്യൻസ് ആണ്.
ഓക്കെ, ബാക്കി ബാക്കി 10% natives. ബാക്കിയില്ല. അതായത് ഇതെല്ലാം സ്പിൽ ഓവറാ. അതായത് ഞങ്ങൾ ഒരു നേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ മെറ്റ പോലും ചെയ്യുന്നില്ല. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 10-15 കൺട്രീസിൽ നമ്മൾ മെറ്റ ചെയ്യുന്നുള്ളൂ. ആ. ബാക്കി കൺട്രീസിൽ നമ്മൾ മെറ്റ ആഡോ ഗൂഗിൾ ആഡോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. എല്ലാം സ്പിൽ ഓവറാണ്. നമ്മൾ എന്തെങ്കിലും മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യും. അതിൽ ചിലപ്പം ഇന്ത്യയിലുള്ള ഒരു പാരന്റ് സബ്സ്ക്രൈബ് ചെയ്യും. അവരുടെ ന്യൂസിലാൻഡിലുള്ള ഒരു റിലേറ്റീവിന് കൊടുക്കും. ആ ന്യൂസിലാൻഡിലുള്ളവർ അവരുടെ കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ വന്നിട്ടുള്ള അഡ്മിഷൻസ് ആണ് ഇതെല്ലാം. ഇപ്പൊ ന്യൂസിലാൻഡിലൊക്കെ നമുക്ക് ഓവർ 1000 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. ന്യൂസിലാൻഡിൽ നമ്മളെ ആഡ് സ്പെൻഡ് 0 ആ. ഇതുവരെ നമ്മൾ ഒരു ആഡ് സ്പെൻഡ് ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ടോട്ടൽ ലൈവ് സ്റ്റുഡൻസ് ഇപ്പൊ എത്ര ഉണ്ട് at this point of time? 15,000 അറൗണ്ട് ഒക്കെ ഉണ്ടാവും. ലൈവ് ആയിട്ട് കോച്ചിങ് എടുക്കുന്നുണ്ട്. അതെ, ന്യൂസിലാൻഡിൽ 1000 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് ആക്റ്റീവ് സ്റ്റുഡൻസ് അല്ല. നമ്മൾ ഈ ഒരു ജേർണിയിൽ ഉടനീളം ഇപ്പം 1000+ സ്റ്റുഡൻസിന് ന്യൂസിലാൻഡിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതായത് GCC കൺട്രീസിനും UK-ക്കും USA-നും ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിലാണ്. ഓക്കെ, അങ്ങനെ വെച്ചാൽ നിങ്ങളെ സ്റ്റുഡന്റ് സ്പ്ലിറ്റ് എങ്ങനെയാണ്? എവിടെ നിന്നാണ് നിങ്ങളെ സ്റ്റുഡൻസ്? മലയാളികളാണ് കൂടുതലും. മലയാളികളാണ് കൂടുതൽ. അതിൽ തന്നെ GCC ആണ് കൂടുതൽ, അറബ് കൺട്രീസ് ആണ് കൂടുതൽ, പിന്നെ UK, US, ഓസ്ട്രേലിയ, അറബ് കൺട്രീസിലേക്ക് നിങ്ങൾ ഇവിടുത്തെ കുട്ടികളാണെന്നല്ലോ പഠിപ്പിച്ചു തുടങ്ങിയേ. എങ്ങനെയാണ് നിങ്ങൾ GCC ആദ്യം എത്തുന്നത്? ആദ്യം എത്തുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാ. ഇതും ഞാൻ 1-2 വേദികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. കിൻഡർ ഗാർഡൻ ആണ് ബേസിക്കലി, KG, ഓൺലൈൻ KG. അപ്പം 2.5 വയസ്സ് മുതൽ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അപ്പം നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നമ്മൾ ഷോർട്ടായി നിൽക്കുന്ന സമയത്ത് ഒരു എൻക്വയറി വരികയാണ്. എൻ്റെ കുട്ടിക്ക് 2.25 വയസ്സായി. കുട്ടീനെ ഞാൻ സ്കൂളിൽ ചേർത്താൻ പോവാണ്. അപ്പൊ സ്കൂളിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കോഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അന്നത്തെ അവസ്ഥ കാരണം എന്ത് ചെയ്തു, ഞങ്ങൾ അത് ഉണ്ട് എന്ന് പറഞ്ഞു. അതിലെ എത്തിക്സ് ഒന്നും ഞങ്ങൾ നോക്കിയില്ല. കുട്ടിയല്ലേ, നമുക്ക് പഠിപ്പിക്കാന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ എടുത്തു. അപ്പൊ എടുത്തപ്പം അന്ന് നമ്മൾ അതുവരെ ഫേസ് ചെയ്യാത്ത ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്ത്. കാരണം 10th കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ 5th കുട്ടിക്ക് പഠിപ്പിക്കുമ്പോൾ അവർക്ക് കരിക്കുലം ഉണ്ട്, സിലബസ് ഉണ്ട്, എന്ത് പഠിപ്പിക്കണം എന്ന് അറിയാം, ടീച്ചേഴ്സ് ഉണ്ട്. ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികളെ അത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുത്തണം, അതൊരു പ്രശ്നം. പിന്നെ ബുക്ക് ഇല്ല, അതൊരു പ്രശ്നം. കരിക്കുലം ഇല്ല, ഒരു പ്രശ്നം. ആ സ്കൂളിലെ എൻട്രൻസ് ടെസ്റ്റിൽ എന്താ ചോദിക്കാന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് അഡ്മിഷൻ എടുത്തു. കുട്ടിക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ 2 ദിവസം കൊണ്ട് ഞാനും എന്റെ ബ്രദറും രണ്ടാളും ഞങ്ങൾ ഡിസൈൻ ചെയ്യും. ഫോട്ടോഷോപ്പ്, കോൾഡ്രോ, വീഡിയോ എഡിറ്റിംഗ് എല്ലാം കോവിഡ് സമയത്ത് പഠിക്കും. കോവിഡ് സമയത്ത് ഞങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഠിക്കാന്നുള്ള മുകളിൽ. അപ്പൊ വാർ റൂം ആക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ കുറച്ച് ബുക്സ് ഒക്കെ ഡിസൈൻ ചെയ്തു. കുറെ ബുക്സ് റെഫർ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഫാൻസിൽ പോയിട്ട് കുറച്ച് ബുക്സ് ഒക്കെ മേടിച്ചിട്ട്, ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ബുക്സ് ഒക്കെ മേടിച്ചിട്ട് റെഫർ ചെയ്തു. പിന്നെ തൊട്ടടുത്തൊരു മോണ്ടിസോറി ടീച്ചർ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിയിട്ട് അവരുടെ ഗൈഡൻസിൽ ഒരു 5-6 ബുക്സ് ഉണ്ടാക്കി 2 ദിവസം കൊണ്ട് അത് പ്രിന്റ് ചെയ്ത്, 2ാമത്തെ ദിവസം പ്രിന്റ് ചെയ്ത് മുക്കത്തുള്ളൊരു ഓഫ് സൈറ്റിൽ പോയിട്ട് പ്രിന്റ് ചെയ്തിട്ട് 4ാമത്തെ ദിവസം ഞങ്ങൾ അത് കരിപ്പൂർ എയർപോർട്ട് പോയിട്ട് അബുദാബി ഫ്ലൈറ്റിന്റെ സമയം നോക്കിയിട്ട് അവിടെ പോകുന്ന ഒരാളടുത്ത് കൊടുത്ത് നിങ്ങൾ ഇന്ന അഡ്രസ്സിൽ കൊടുക്കുമെന്ന് വെച്ചാൽ നമ്മുടെ നാടായതിന്റെ അഡ്വാൻറ്റേജ് ആയിരിക്കും. വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ നടക്കുമെന്ന് അറിയില്ല. അപ്പം ക്ലോസ് ചെയ്യാതെ തന്നെ ഇത് ഹാൻഡ് ബാഗിൽ ഇടാവുന്നല്ലേ ഉള്ളൂ, ഒരു 5 ബുക്ക്. അപ്പൊ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് അവർ കൊണ്ടുപോയി. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ നോക്കിയപ്പോ ബുക്ക് അബുദാബി ആയിരുന്നു കസ്റ്റമർ. അപ്പൊ അങ്ങനെ അവരെ കൊണ്ടുപോയി. അപ്പം നമ്മുടെ കോഴ്സ് ആള് പർച്ചേസ് ചെയ്തിട്ട് പേ ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ഉണ്ട്, ബുക്ക് നമ്മൾ ഇത്ര ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് DTDCയിൽ ഡെലിവർ ചെയ്യും. ഒന്നുമില്ല. ഞങ്ങൾ അവസ്ഥ കാരണം ശരിക്കും ഞങ്ങൾ അന്ന് അഡ്മിഷൻ എടുത്തത്. ഞങ്ങൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു അഡ്മിഷൻ എടുക്കുമ്പോൾ. നമ്മള് കള്ളം പറഞ്ഞു എന്ന് വെച്ചാൽ കള്ളം പറഞ്ഞില്ല, പക്ഷെ കുറെ സത്യങ്ങൾ പറയാതിരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ബുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 4-5ാമത്തെ ദിവസം ഞങ്ങൾക്ക് ബുക്ക് എത്തിക്കാൻ പറ്റി. അത് ഞങ്ങൾ കൊറിയർ വഴി അല്ലാണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റിയത്. പക്ഷെ ആ കുട്ടിക്ക് അഡ്മിഷൻ എടുത്തു. തുടക്കം മുതലേ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു കുട്ടിക്ക്. ഞാൻ വീടിനടുത്തുള്ള ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചതും. അപ്പൊ ആ ടീച്ചർ ഡിസൈൻ ചെയ്ത ബുക്കിൽ കരിക്കുലത്തിൽ എന്നെ പഠിപ്പിച്ചു. ആ കുട്ടി എൻട്രൻസ് പാസ്സായി. ആ കുട്ടി എൻട്രൻസ് പാസ്സായതുകൊണ്ട് തന്നെ ആ പാരന്റിന്റെ ഒരു 20-25 റഫറൽ വന്ന്. അപ്പൊ അത്രയും കാലം ഞങ്ങളുടെ LTV അല്ലെങ്കിൽ നമ്മളെ ആവറേജ് ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് ഒരു 15,000-20,000 ഈ 15,000 ഫോർ ഇയർ. അപ്പൊ ഈ കോഴ്സിന് ഞങ്ങൾ ചാർജ് ചെയ്തിരുന്നത് 40,000 ആയിരുന്നു 3 മന്ത് കോഴ്സിന്. അപ്പൊ ഇതിന്റെ തന്നെ ഒരു 1 ഇയർ കോഴ്സ് ഉണ്ടാക്കി ഞങ്ങൾ 50,000 അറൗണ്ട് AOV ഇട്ടിട്ട് ഒരു കോഴ്സ് ബിൽഡ് ചെയ്തു. ഓർഡർ വാല്യൂ കോഴ്സിന്റെ വാല്യൂ. അപ്പൊ ഇതിലേക്ക് ഒരു 25 അഡ്മിഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 ലക്ഷം ഒറ്റടിക്കുന്നത്. അന്ന് ഞങ്ങൾ മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത് 4 lakh 5 lakh. അവിടുന്ന് ഈ കോഴ്സ് കാരണം പെട്ടെന്ന് 20 lakh 25 lakh മന്ത്ലി റവന്യൂ വരാൻ തുടങ്ങി. അതായത് എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻട്രൻസ് ക്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്, ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണ്ടിസോറി ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനായിരുന്നു
യൂസ് ചെയ്തിരുന്നത് ക്ലാസ് എടുക്കാൻ. Correct. അപ്പൊ ഇവർക്ക് ആദ്യത്തെ ഒരു 30 സെക്കൻഡിൽ കുട്ടീനെ ഇരുത്താൻ കഴിയും. അപ്പൊ എല്ലാ പേരന്റും വരല് ഈ കുട്ടി ഇരിക്കും തോന്നുന്നില്ലട്ടോ എന്ന് പറഞ്ഞിട്ടാ വരിക. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിട്ടൻഷൻ ഉള്ള ഏറ്റവും കുറവ് ഡ്രോപ്പ് ഔട്ട് ഉള്ള കോഴ്സ് ആയിരിക്കും ലിറ്റിൽ ജീനിയ. 2.5 വയസ്സായാലും 3.5 വയസ്സായാലും ഞങ്ങൾ കുട്ടികളെ ഇരുത്താൻ കഴിവുള്ള ടീച്ചേഴ്സാണ്. ഇപ്പൊ ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് മെക്കാനിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തോണ്ട് ഈ കോഴ്സ് ഭയങ്കരമായിട്ട് അങ്ങ് സ്കെയിലായി. അപ്പൊ ഞങ്ങൾ ഒരു 5 lakh 10 lakh ആക്സിഡന്റലി നമ്മൾ ഇങ്ങനെ ഒരു അന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ മന്ത്ലി റവന്യൂ ഒരു 30 lakh 40 lakh പെട്ടെന്ന് ഉയർന്നു. ചരിത്രം മാറി. അതെ, അങ്ങനെയാണ് ശരിക്കും GCC നമ്മൾ ഫസ്റ്റ് എത്തുന്നത്. പിന്നീട് നമ്മൾ GCC 12th വരെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ മനസ്സിലായി GCC കളിച്ചാൽ മതി. GCC പിന്നെ ഒരു ഗോൾഡ് മൈൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മള് തുടക്ക കാലഘട്ടത്തിൽ ആദ്യത്തെ ഒരു 1.5 years ഒന്നും ആഡ് സ്പെൻഡ് ഒന്നും ഇല്ല. എല്ലാം റഫറിൽ പോയി ഇങ്ങനെ ഭയങ്കരമായിട്ട് അഡ്മിഷൻ. പിന്നെ ഒരു സമയം ഉണ്ടായിരുന്നു ഒരു 40% റവന്യൂ ഇന്ത്യന്നും 60% റവന്യൂ GCC ആണെന്ന് പറഞ്ഞ സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും ഫ്ലിപ്പായി. നമ്മൾ ഇവിടെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഒരു 70-30 ഒക്കെ ആയി. അപ്പൊ അങ്ങനെയാണ് ശരിക്കും GCC ഫസ്റ്റ്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് GCC ഓഫീസ് ഇടൽ നിർബന്ധമായി. കാരണം പാരന്റ്സ് വിളിക്കും, നിങ്ങളെ ഓഫീസ് ഇവിടെ ഞങ്ങൾക്ക് വരണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളെ സ്റ്റാഫിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര പ്രശ്നമായ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ KGക്ക് തന്നെ ഞങ്ങള് കോൺവെക്കേഷൻ നടത്തി. അപ്പൊ അവിടുത്തെ പാരന്റ്സിന് നിർബന്ധം അവിടെ കോൺവെക്കേഷൻ നടത്തണം എന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഓഫീസ് ഇട്ട് പിന്നെ നമുക്ക് അവിടെ നമ്മുടെ ലോജിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഒന്നുകൂടിയും ഫാസ്റ്റ് ആക്കി 24 hours ഡെലിവറി ആക്കി. അതായത് ഇവിടുത്തെ പാരന്റിന് 2 ദിവസം എടുക്കും ബുക്ക് കിട്ടാൻ. അവിടുത്തെ പാരന്റിന് 24 hours ഡെലിവറി അവിടെ ചെയ്യാൻ പറ്റും. അവിടെ ബുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ കുറച്ച് ടീം ഡെവലപ്പ് ചെയ്തു, ഓപ്സിന് മാത്രം, അല്ലാതെ മാർക്കറ്റിംഗ് ഒന്നുമില്ല. മാർക്കറ്റിംഗ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്. പക്ഷെ ഫുള്ളി ഓൺലൈൻ കോഴ്സ് തന്നെയാണ്, ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ തന്നെയാണ്. പിന്നെ ടീച്ചേഴ്സും നമുക്ക് കുറച്ച് അറബ് ടീച്ചേഴ്സിനെ കുറച്ച് അറബ് കൺട്രീസ് നമ്മൾ സോർട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ നമുക്ക് ഇന്തോനേഷ്യ, തായ്ലാന്റ് അതുപോലത്തെ കൺട്രീസിനൊക്കെ ടീച്ചേഴ്സ് ഉണ്ട്. ഓസ്ട്രേലിയൻ ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ UK ടീച്ചേഴ്സ് ഉണ്ട്. കൂടുതൽ ടീച്ചേഴ്സ് ഇപ്പം ഇന്തോനേഷ്യ, തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ, കാരണം അവിടെയൊക്കെ ഇംഗ്ലീഷ് ഭയങ്കര കോമണാണ്. ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന, ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരം ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് വെസ്റ്റേൺ മാർക്കറ്റ്സിലേക്കും സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും GCC എൻട്രി. അതൊരു ആക്സിഡന്റൽ എൻട്രി ആണ്, പക്ഷെ പിന്നീട് ഞങ്ങളുടെ മുത്തായി മാറി. ഇപ്പൊ ഏറ്റവും കൂടുതൽ GCC തന്നെയാണ് റവന്യൂ. ഇപ്പൊ ഇന്ത്യൻ GCC ഏകദേശം സെയിമാ. ഇന്ത്യൻ GCC ഏകദേശം. പക്ഷെ ഈ GCCന്റെ അപ്പുറത്തേക്ക് പോയോ? പിന്നെ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ പോയത് അതെല്ലാം റഫറല്ല. GCC കൺട്രീസും ഏറെക്കുറെ റഫറൽ തന്നെയാണ്. ഇപ്പം മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള കൺട്രീസ് ഒക്കെ എല്ലാം റഫറൽ ത്രൂ എക്സ്പാൻഡ് ആയതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ എന്താണ് ഇനി അടുത്ത പ്ലാൻ? എന്താ അതിനിടയ്ക്ക് ഏതൊരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടല്ലോ? അത് പേഴ്സണലി ഉള്ള താല്പര്യമാണ്. നമ്മുടെ എക്സ് എംപ്ലോയി തന്നെയാണ്. 2 സ്റ്റാർട്ടപ്സിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് 2 കമ്മിറ്റ്മെന്റ്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇൻവെസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, അവരുടെ പെയിൻ അറിയാവുന്നത് കൊണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പയ്യന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഫൗണ്ടർ ആയതുകൊണ്ടും പിന്നെ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടും, അല്ലാതെ ഇപ്പൊ അവര് നന്നാണെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ കാശ് ഇടൂലല്ലോ. കാശ് തിരിച്ചു വരും എന്നുള്ള ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കാശ് ഇടുന്നത്. അതിന്റെ ഇടയ്ക്ക് നീ പിന്നെ $500,000 ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ലിങ്ക്ഡിൻ പോസ്റ്റ് അല്ലേ? ഞാൻ എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചില്ല. $500,000 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫൗണ്ടർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് എന്ത് തീരുമാനം എടുത്ത്? തീരുമാനം എടുക്കാൻ എന്റെ മുന്നിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ആയിക്കോട്ടെ, അത് ഓപ്ഷൻ വന്നു കഴിഞ്ഞാലേ ഞാനും മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരു വൈബ്രൻസ് ഉണ്ട്. അതായത് $500,000 3.5 കോടി റുപ്യ, 4.5 കോടി, 4.5 കോടി, 4 കോടി, 4.5 കോടിയാ. അങ്ങനെ പിന്നെ ഒരു ഫൗണ്ടർ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഫൗണ്ടർ എന്ത് ചെയ്യണം? 4.5 കോടി ഉള്ള ഒരാൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അയാളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ചോദിച്ചതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. 28-29 വയസ്സുവരെ ആ ഫൗണ്ടർ എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ സംബന്ധിച്ച് ഒരു റിട്ടയർ ചെയ്യാനുള്ള ഒരു സമയം ആയിട്ടില്ലല്ലോ. കറക്റ്റ്. അപ്പൊ അയാളെ സംബന്ധിച്ച് കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും സോർട്ടഡ് ആയി. ഫാമിലിന്ന് പ്രഷർ ഇല്ല. പിന്നെ ലിവിങ് എക്സ്പെൻസസിന് പ്രഷർ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി ഹെവിയർ റിസ്ക് ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ എന്നുള്ളൊരു തോട്ട് ഉണ്ട്. ഇനീഷ്യൽ ക്യാപിറ്റലും പ്രശ്നമില്ല, സോർട്ടഡ് ആണ്. അപ്പൊ എപ്പോഴും അടുത്തൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്തൊരു എംപയർ ബിൽഡ് ചെയ്യുന്നത് ആവണം ഫോക്കസ് എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർ അതിൽ വോട്ട് ചെയ്തതും കൂടുതൽ ആൾക്കാർ മെസ്സേജ് അയച്ചത് എനിക്ക് വളരെ വിയേർഡായിട്ട് തോന്നി. കാരണം അതിൽ കമന്റ് ചെയ്തവരുണ്ട്, കമന്റിൽ അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. അത് മേ ബി ഉറക്കെ വിളിച്ച് പറയാനുള്ള മടി കൊണ്ടായിരിക്കാം. പക്ഷെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, എന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പോയിന്റിലാണോ ഈ ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പോയിന്റിലാണോ അല്ലേ എന്നുള്ളതിന് പ്രസക്തി ഇല്ല. അത് $500,000 ഞാൻ കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാല് കാശ് കണ്ടിട്ട് ആരും അങ്ങനെ ചെയ്തെന്നുള്ളതുകൊണ്ടാണ് ഞാൻ $500,000 അതിൽ സ്പെസിഫൈ ചെയ്തത്. ചിലപ്പോൾ 1 million or 2 million കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓരോരുത്തരുടെ റിട്ടയർമെന്റ് പോയിന്റ് ആയിരിക്കും. 10 കോടി 20 കോടി എന്നൊക്കെ പറയുന്നത് റിട്ടയർമെന്റ് പോയിന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ആവാതിരിക്കാനാണ് ഞാൻ $500,000 എന്നുള്ളത് ആ പോസ്റ്റിൽ. ഞാൻ ആക്ച്വലി അത് കണ്ട് നിന്റെ പോസ്റ്റ് കണ്ട് എന്നിട്ട് ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ച്.
പിന്നെ തിരിച്ചു തരാം. എപ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത്? നിന്റെ ആൻസർ നേരെ ഓപ്പോസിറ്റാ. എനിക്കെന്നാ മതി, ഞാൻ നല്ല രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്ത് തരാം. ബിസിനസ് ആ പൈസ പൈസ എന്റെ ഇട്ടാ മതി. അല്ല, അത് ചിലർക്ക് ചിലപ്പോൾ പൈസ ഫോക്കസ് ആയിരിക്കും, ചിലവരെ സംബന്ധിച്ച് ചിലപ്പോൾ അടുത്തത് ബിൽഡ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും 4.5 കോടി എന്ന് പറയുന്നത്. കറക്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ പുതിയ സെഗ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, AI. ആക്ച്വലി പിന്നെ ലോജിബ്രിക്സിന്റെ ഷെരീഫ് പറഞ്ഞു, എടാ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. അപ്പൊ എന്തേ? എടാ ഈ AI വന്നതുകൊണ്ട് എനിക്കറിയില്ല ഇത് എങ്ങോട്ടാ പോണത്. അതിനുശേഷം എനിക്കും ഭയങ്കര ആങ്സൈറ്റി. ആക്ച്വലി AI ഭയങ്കരമായി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഈ എൻഡ് ഓഫ് ദ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും മേ ബി നമ്മൾ കണ്ടൊരു ബിസിനസ് സെനാരിയോ ആയിരിക്കില്ല. 2 ക്വസ്റ്റ്യൻസ്. ഒന്ന്, നിങ്ങൾ എങ്ങനെയാണ് AI യൂസ് ചെയ്യുന്നത്? 2, എന്താണ് കാണുന്നത്? ഇത് എങ്ങോട്ടേക്കാണ് പോണത്? കാരണം എല്ലാത്തിലും AI വരും. ഈവൻ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നവരെ നാളെ AI ആയിരിക്കാം. എന്റെ അവതാരം ഉണ്ടാവും, എന്റെ അവതാരം ഉണ്ടാവും. എന്താണ് കാണുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ആദ്യം ബിസിനസ്? നമ്മളെ ബിസിനസ്സിൽ നമ്മൾ കസ്റ്റമർ എൻഡിൽ AI കൊടുത്തു തുടങ്ങിയിട്ടില്ല. അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, കൊടുക്കണ്ട എന്ന് കോൺഷ്യസ്ലി തീരുമാനം എടുത്തത് കൊണ്ടാണ്. കാരണം പാരന്റ്സിനെ സംബന്ധിച്ച് ഇത് AI ആണോ അല്ലേ എന്നുള്ളതിലേറെ ഉപരി വാല്യൂ അഡീഷൻ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ പാരന്റ് ഇതിന് പേ ചെയ്യോ ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത് ഞാൻ കോർ ടെക്നീഷ്യൻ അല്ല, ടെക്നിക്കൽ നോളജ് എനിക്ക് കുറവാണ്. ഞാൻ ഒരു മാർക്കറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു CEO എന്ന് പറയാം. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് ഫീച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കസ്റ്റമർ അതിന് പേ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വാല്യൂ വേണം. കസ്റ്റമർ പേ ചെയ്യണം. എത്ര വലിയ AI ആണെങ്കിൽ അവർക്ക് എത്ര വാല്യൂ അഡീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമർ അതിന് പേ ചെയ്യോ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സ്റ്റുഡൻസിന് ചിലപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, പക്ഷെ പാരന്റ് അതിന് പേ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അത് നല്ലൊരു മാർക്കറ്റ് ഫിറ്റ് അല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പം ഇപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ഒരു ടീച്ചറെ മുന്നിൽ ഇരുന്നിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, അവിടെ കുറെ AI ടൂൾസ് കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. കസ്റ്റമർ അതിന് എക്സ്ട്രാ പേ ചെയ്യൊന്നുമില്ല, നമുക്ക് കോസ്റ്റ് കൂടുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ AI കൊടുക്കുന്നത് ടീച്ചർ എൻഡിലും ഞങ്ങളുടെ എംപ്ലോയീസിന്റെ എൻഡിലാണ്. ഇന്റേണലി ആണ്. ടീച്ചേഴ്സിന് AI ടൂൾസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് കുട്ടിയെ അനലൈസ് ചെയ്യാൻ, കുട്ടിയുടെ എൻറ്റയർ അക്കാഡമിക് ജേർണി ട്രാക്ക് ചെയ്യാൻ, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ, പിന്നെ കുട്ടിയുടെ ജേർണിയിൽ ഇൻസൈറ്റ്സ് കൊടുക്കാൻ, കുട്ടീൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജിയിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ടീച്ചേഴ്സിന് ഇൻസൈറ്റ്സ് കൊടുക്കാൻ. അപ്പം മേ ബി ഇപ്പോൾ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു ടെക്നോളജി കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണ്, ഇപ്പോൾ പോഡ്കാസ്റ്റിൽ തന്നെ ഇരിക്കുന്നത്, ഞാൻ മുന്നിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് മൂഡിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തുടങ്ങാലോ, ഉറപ്പായിട്ടും. അപ്പോൾ ഒരു ക്ലാസ്സും ശരിക്കും അങ്ങനെയാണ്. ഒരു കുട്ടിയും ചിലപ്പം അതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ അച്ഛൻ്റെ അമ്മയുടെ വഴക്ക് കിട്ടിയിട്ടായിരിക്കും വന്നിരിക്കുക. ചിലപ്പോൾ കുട്ടി മുഖത്ത് കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ അങ്ങനെ ഒരു ഇൻസൈറ്റ് ടീച്ചർക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് അങ്ങനെ തുടങ്ങാം. അത് ക്ലാസ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും. അപ്പൊ അത്തരം ടെക്നോളജീസിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ എംപ്ലോയി എൻഡിൽ ഡാറ്റ അനലിറ്റിക്സിൽ നമ്മൾ ഒരുപാട് AI വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ടൂളാണ്, എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന? ടൂൾസ് നമ്മൾ ലീഡ് സ്ക്വയറിൽ കുറെ ഇന്റഗ്രേഷൻസ് വരുന്നുണ്ട്, പിന്നെ ഗെല്ലാ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, സോഹോന്റെ കുറെ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് AI വരുന്ന ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്കാഡമിക് കലണ്ടർ ബിൽഡ് ചെയ്യുന്നതിനൊക്കെ ഇപ്പോൾ ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പേര് എനിക്കറിയില്ല, എൻ്റെ ടീം അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ AIയുടെ ഒരു യൂസിങ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു തിയറിയിൽ ഇപ്പൊ സ്കൂൾസ് ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്കൂൾസ് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല, പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നില്ല, AI യൂസ് ചെയ്യുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുക? അതായത് എക്സിസ്റ്റിംഗ് ഒരു സ്കൂളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, വാട്ട് ഡു യു സീ ഹാപ്പനിങ് ദർ? എനിക്കൊന്ന് നിങ്ങൾ ഏതെങ്കിലും സ്കൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഒരുപാട് സ്കൂൾസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. സ്കൂൾസ് ഔട്ട്ഡേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ബേസിക്കലി ഞാൻ സ്കൂൾസിനെ കുറിച്ച് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾസ് നോളജ് കൺസ്യൂം ചെയ്യാനുള്ള സ്പേസ് അല്ല. അപ്പം ഞാൻ നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ സത്യാവസ്ഥ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടുക്കും. ഇനി ഞാൻ അങ്ങനെ പാസ് ചെയ്യുന്നുള്ളതാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ. ആ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുമല്ല. ഇനി നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴും ടീച്ചേഴ്സ് കുറെ നോളജ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സ്കൂൾസ് ഒക്കെ റൺ ആവുന്നത്. നാളെ പോയി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് കുട്ടി സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ പാരന്റിന് അതുള്ളതുകൊണ്ടാണ് പാരന്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ, ഈ AI വന്ന പോയിന്റിൽ പേരൻസിന് എത്രത്തോളം റിയലൈസ്ഡ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ സ്റ്റുഡൻസിന് അറിയാം മുന്നിലിരിക്കുന്ന ടീച്ചറെക്കാളും നോളജ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കുട്ടിക്കാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം വില്ലന്മാരായി ടീച്ചേഴ്സിന് മുന്നിൽ. കുട്ടികളെല്ലാം അപ്ഡേറ്റഡ് ആണ്, ഇവർക്ക് എല്ലാത്തിനെ കുറിച്ച് നോളജ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അപ്ഡേറ്റഡ് ആണ്. കാരണം ടീച്ചറെ സംബന്ധിച്ച്, അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറെ സംബന്ധിച്ച് അവർക്ക് ഇന്ന് രാവിലെ നടന്നൊരു കാര്യം നാളെ രാവിലെ പത്രം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. കുട്ടിക്ക് അത് സ്കൂളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ 10 മിനിറ്റ് മുന്നേ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല.
അപ്പൊ കുട്ടികൾ നോളജ് കൺസ്യൂം ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ ഫിംഗർ ടിപ്പിൽ നോളജ് അവൈലബിൾ ആണ്, അവരത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ നോളജ് കൺസംഷനും സ്കൂളുമായിട്ട് ഇനി നമ്മൾ വലിയൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പം ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും, പക്ഷെ ടീച്ചേഴ്സ് മാറിയിട്ട് അവർ ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് മാറി, എക്സ്പീരിയൻസ് ഡ്രിവൺ ആയിരിക്കും. അവിടെ അവർക്ക് സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കും ഡെവലപ്പ് ആവുക, അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസസ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് സ്കൂളിലുള്ളവർ മാറും. അപ്പൊ അവർക്കൊന്നും ടീച്ച് ചെയ്യണ്ടാവില്ല, അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആ എക്സ്പീരിയൻസിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആളായിട്ട് ടീച്ചേഴ്സ് മാറേണ്ടി വരും. അപ്പം സ്കൂൾസ് എല്ലാം ഭാവിയിൽ അങ്ങനെയായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. ഇന്റർവെല് സ്കൂൾസ് അക്വയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും കാണുന്നുണ്ടോ? ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും കാണുന്നില്ല, കാരണം അങ്ങനെ സ്കൂൾസ് അക്വയർ ചെയ്യാനുള്ള കാശ് നമ്മളെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സ്കൂൾസ് വാടകയ്ക്ക് വരികയാണെങ്കിലോ? സ്കൂൾസ് വാടകയ്ക്ക് അല്ല, ഇപ്പൊ വേറെ ട്രെൻഡ് നടക്കുന്നുണ്ട്. അതായത് പ്രൈവറ്റ് സ്കൂൾസ് നടത്താൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ എഡ്ടെക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യും. ഇപ്പൊ +1 +2 ഉള്ള എല്ലാ CBSE സ്കൂൾസിലും ഏതെങ്കിലും എഡ്ടെക് കൊളാബറേറ്റഡ് ആയിരിക്കും. കാരണം +1 +2 റൺ ചെയ്യുന്നത് ഏതെങ്കിലും എഡ്ടെക് ആയിരിക്കും. പണ്ടും അങ്ങനെ റൺ ചെയ്യാറുണ്ട്. എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ആയിരിക്കും. ഇന്ന് അത് എഡ്ടെക്കായി മാറി. ടെക് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ബേസിക്കലി ടെക് എനേബിൾഡ് സർവീസസ്. ഓൺലൈൻ ചെയ്യുന്നവരൊക്കെ എഡ്ടെക്കാണ്. അപ്പൊ ഓൺലൈനിൽ പ്രസൻസ് ഉള്ളവരാണ്. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളവർ ഇപ്പൊ എഡ്ടെക് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എഡ്ടെക്കുകൾ സ്കൂൾസുമായിട്ട് അങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പം എല്ലാ അക്കാഡമിക്സും ഇതുപോലെ ഏതെങ്കിലും എഡ്ടെക്ക് ടേക്ക് ഓവർ ചെയ്യും. കാരണം അവർക്ക് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ്ലി അത് റൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്കൂൾസ് എല്ലാം എക്സ്പീരിയൻസ് സെന്റേഴ്സ് ആയിട്ട് മാറും. കറക്റ്റ്. അതായത് റിസോഴ്സസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക സ്കൂൾസ്. അന്ന് ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും സ്കൂളിൽ പോകാൻ, ഫുട്ബോൾ പഠിക്കാൻ സ്കൂളിൽ പോവുക, കരാട്ടെ പഠിക്കാൻ സ്കൂളിൽ പോവുക, അങ്ങനെ പറഞ്ഞ പോലെ ഇപ്പൊ ഫിൻലാൻഡിലൊക്കെ നടക്കുന്ന പോലത്തെ എക്സ്പീരിയൻസ് സ്കൂളിൽ പോവുക. അപ്പൊ സ്കൂൾസ് എല്ലാം അങ്ങനെയായിട്ട് മാറണം. അപ്പൊ കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും സ്കൂൾസിൽ പോകാൻ. 5 കോ-ഫൗണ്ടേഴ്സ് സാധാരണ ഒരു വിയേർഡ് കോമ്പിനേഷൻ ആണ്. ഞാൻ 2 കേട്ടിട്ടുണ്ട്, 3 കേട്ടിട്ടുണ്ട്, പക്ഷെ 5 എണ്ണം അധികം കേട്ടിട്ടില്ല. എങ്ങനെയായിരുന്നു നിങ്ങൾ ഷെയർ സ്പ്ലിറ്റിംഗ് ചെയ്തത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കോൺഫ്ലിക്ട്സ് വരുമല്ലോ, ഒബ്വിയസ്ലി കോൺഫ്ലിക്ട്സ് വരും. എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ആ ഒരു പ്രോസസ്സ്? ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ചോദ്യമാണ്. പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. 5 എന്ന് പറയുന്നത് ഭയങ്കര പ്രോബ്ലമാറ്റിക് അല്ലേ എന്നുള്ളൊരു കാര്യം. അപ്പം ബേസിക്കലി ഈ കോ-ഫൗണ്ടേഴ്സ് ഇത് 5 പേര് ആക്സിഡന്റലി ആയതാണ്. 5 എന്നുള്ള ഞങ്ങൾ തീരുമാനിച്ചതല്ല. പക്ഷെ അതിന് പ്രോസ് ഉണ്ട് കോൺസ് ഉണ്ട്, 2 സൈഡും ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരും 5 ഏരിയ ആയതുകൊണ്ടും അവിടെ ഓണർഷിപ്പ് എടുക്കുന്നത് കൊണ്ടും ഒരുപാട് ഈസിനെസ് കിട്ടിയിട്ടുണ്ട് വർക്കിൽ. ഇപ്പം ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഓൻ ഫിനാൻസ് ഡാറ്റ ഒക്കെ ഹാൻഡിൽ ചെയ്യും, ഫാസ്റ്റില് മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യും. അപ്പം കോ-ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് ഓണർഷിപ്പ് ആയിരിക്കണം. അപ്പോൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതല്ല, ആ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന. ഒരു CEO എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറെ ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം നല്ല വൃത്തിയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കോ-ഫൗണ്ടേഴ്സ് അല്ല. ആ ടാസ്ക് സ്വയം ക്രിയേറ്റ് ചെയ്ത് അതിന്റെ വിന്നാണെങ്കിൽ ലൂസ് ആണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ടീം ആണെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ആൾക്കാർ ഉണ്ടായാലും ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ മാതിരി കൂടുതൽ ആൾക്കാരാകുമ്പോൾ അതിൽ കുറെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ടഫ് ആവും. അപ്പൊ ഇന്റർവെല്ലും അതുപോലെ ഫൗണ്ടേഴ്സ് 5 പേരുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ വരലുണ്ട്. പക്ഷേ കോൺഫ്ലിക്ട്സ് വരാതിരിക്കുക എന്നുള്ളതല്ല, കോൺഫ്ലിക്ട്സ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പൊ അതിന് ഓരോ സ്റ്റൈൽ ഉണ്ടാവും, ഓരോ രീതി ഉണ്ടാവും. അപ്പൊ നമ്മളിടയിൽ 5 ആളും കൺവിൻസ്ഡ് ആവുക എന്നുള്ളതായിരുന്നു. അപ്പൊ എപ്പോഴാണ് ഒരാൾ കൺവിൻസ്ഡ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോ ഇല്ലെങ്കിലാണ്. ഞാൻ പറഞ്ഞത് എന്നെ നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇന്റർവ്യൂവിൽ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പൊ 5 ആളിൽ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 ആളിലേക്കും അതിലേക്ക് കൺവിൻസ്ഡ് ആവുക എന്നുള്ള. അപ്പൊ ഈഗോ ഇല്ലെങ്കിൽ കൺവിൻസ്ഡ് ആവാൻ പ്രശ്നമില്ല. അപ്പൊ ഈഗോ ഉണ്ടാവുമ്പോഴാണ് കോൺഫ്ലിക്ട്സ് റിസോൾവ് ആവാതിരിക്കുക. അല്ല ഈഗോ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ്ലി എല്ലാം ഇന്റർവെല്ലിനും വേണ്ടിയിട്ടാണ്, ഇന്റർവെൽ വളരാനും വേണ്ടിയിട്ടാണ്. പ്രൈമറി ഫോക്കസ് ഇന്റർവെല്ലിൽ നിന്ന് എപ്പം വ്യക്തികളിലേക്ക് പോകുന്നു അന്ന് ആ കോൺഫ്ലിക്റ്റുകളിൽ റിസോൾവ് ചെയ്യാൻ പറ്റാതായി മാറും. അപ്പൊ അത് കമ്പനീനെ അഫക്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ കോൺഫ്ലിക്ട് എപ്പോഴും ക്രിയേറ്റ് ആവാറുണ്ട്. ഏത് ടോപ്പിക് വന്നു കഴിഞ്ഞാലും കോൺഫ്ലിക്ട് ഉണ്ടാവും. കാരണം 5 ആൾക്ക് 5 അഭിപ്രായമായിരിക്കും. അതിൽ ഒരേപോലെ വരുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഒരേപോലെ വരാത്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിനെ റിസോൾവ് ചെയ്യാൻ നമ്മൾക്ക് എപ്പോഴും ഇന്റർവ്യൂവിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ 5 കോ-ഫൗണ്ടേഴ്സ് ഉള്ളത് ശരിക്കും നമുക്ക് കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഇനീഷ്യൽ ഇപ്പൊ ഷെയർ അലോക്കേറ്റ് ചെയ്തല്ലോ, അതെങ്ങനെയായിരുന്നു അലോക്കേറ്റ് ചെയ്തത്? നമ്മുടെ ഷെയർ ആയാലും ഡെസിഗ്നേഷൻസ് ആയാലും ഒന്നും ആർക്കും ഫിക്സ്ഡ് അല്ലായിരുന്നു. അപ്പം ഷെയർസ് ഇനീഷ്യലി ഒരു ഷെയർ പാറ്റേൺ ഉണ്ട്.
അത് നമ്മൾ 2-3 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ 5 പേര് കൂടിയിരിക്കും, എന്നിട്ട് നമ്മൾ സംസാരിക്കും, ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ പോണ കാര്യങ്ങൾ പറയും, ഓരോരുത്തരുടെ ഇൻവോൾവ്മെന്റ് പറയും, എന്നിട്ട് നമുക്ക് 5 പേർക്കും കൺവിൻസിങ് ആവുന്ന ഒരു ഷെയർ പാറ്റേൺ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. അങ്ങനെ നമ്മൾ 2 തവണ, ആദ്യം ഇട്ടതിന് പകരം അങ്ങനെ 3 തവണ മൊത്തം റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഷെയർ പാറ്റേൺ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെസിഗ്നേഷൻസും ആ കമ്പനിയുടെ അന്നത്തെ കാലഘട്ടത്തിൽ ആരാണോ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ തുടക്ക കാലഘട്ടം മുതൽ ഞാൻ CEO അല്ല, ഞാനൊരു 2 years ബാക്ക് ആണ് CEO ആവുന്നത്. അപ്പൊ CEO, ഞാൻ ആ സമയത്ത് CEO ആവണം എന്നുള്ളത് 5 പേരുടെയും ഡിസിഷൻ ആണ്. അപ്പൊ ഇനി നാളെ ഞാൻ CEO ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 5 പേരുടെ ഡിസിഷൻ ആയിരിക്കും. അപ്പൊ അത് ഒരാൾക്ക് തോന്നുന്ന ഐഡിയ ആയിരിക്കും, അത് ബാക്കിയുള്ളവർക്ക് കൺവിൻസ്ഡ് ആവും, നമ്മൾ അതിൽ പോകും. കൺവിൻസ് ആയില്ലെങ്കിൽ കൺവിൻസ് ആവാനും വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഡെസിഗ്നേഷൻ ആയാലും ഷെയർ ആയാലും ഇതൊന്നും ഇരുമ്പോലൊക്കെ അല്ല, ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. അത് നമ്മൾ എപ്പോഴും എന്തുണ്ട്, ആ ഫ്ലെക്സിബിലിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡെസിഗ്നേഷൻസ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഫണ്ട് റൈസിങ് വരുമ്പോൾ വീണ്ടും ഒരുപാട് ഡെസിഗ്നേഷൻസ് വീണ്ടും മാറുന്നുണ്ട്. അപ്പൊ അതിൽ ആ സമയത്ത് വേണ്ട പോലെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ 5 പേരല്ലാണ്ട് നിങ്ങളൊരു തേർഡ് പാർട്ടീനെ എപ്പോഴെങ്കിലും ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ട് ആവശ്യം വന്നിട്ടുണ്ടോ? നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പൊ ചില പോയിന്റിലൊക്കെ നമുക്ക് ഒരു തേർഡ് ഒപ്പീനിയൻ എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് കൺസൾട്ടൻസിന് ഒപ്പീനിയൻസ് എടുക്കാറുണ്ട്. ഇപ്പൊ ലീഗൽ ഫ്രെയിം വർക്സിൽ, അതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ക്യാപിറ്റൽ അലൊക്കേഷനിൽ, ഫണ്ട് റൈസിംഗിൽ, ഇതിലൊക്കെ നമ്മൾ തേർഡ് പാർട്ടി ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെന്റിലും അതുപോലെ നമ്മുടെ BHAG ക്രിയേറ്റ് ചെയ്യുന്നതിൽ വരെ നമ്മൾ തേർഡ് ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബിഗ് ഹാരി ഒഡേഷ്യസ് ഗോൾ എന്ന് പറയും. അതായത് നമ്മൾ 2027 നമ്മുടെ ടീം എത്തിച്ചേരേണ്ടത് എവിടെയാണ്. അപ്പൊ അത് റവന്യൂ മാത്രമല്ല, റവന്യൂ ഉണ്ടാവും, NPS ഉണ്ടാവും, ENPS ഉണ്ടാവും. NPS എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊമോട്ടർ സ്കോർ, അത് എംപ്ലോയീസിന്റെ നെറ്റ് പ്രൊമോട്ടർ സ്കോർ നമ്മൾ എടുക്കാറുണ്ട്. ENPS എന്ന് പറയുമ്പോൾ പിന്നെ ഓഡിയൻസിന്, അതായത് കസ്റ്റമേഴ്സ് എത്രത്തോളം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നു. കറക്റ്റ്. അപ്പം ഞാൻ ഈ ഷാന്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു, അതിനെ മെഷറബിൾ ആക്കുക, അതാണ് NPS. അത് എംപ്ലോയീസിന്റെ NPS എന്ന് പറയുമ്പോൾ അവര് ഈ വർക്ക് ഓർഗനൈസേഷൻ, ഈ വർക്ക് കൾച്ചർ അവരുടെ ഫ്രണ്ട്സിനെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യും, അതാണ് ENPS. അപ്പൊ ENPS ഉണ്ട്, KHA ഉണ്ട്, പിന്നെ നമ്മുടെ ഡിജിറ്റൽ സ്പേസ് ഉണ്ട്, പിന്നെ SEO റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഗോൾസ് ഉണ്ട്. അങ്ങനെ ഒരുപാട്, ഒരു 10-12 ഗോൾസ് ചേർന്ന ഒരു സെന്റൻസ് ആണ് അത്, ബിഗ് ഹെയർ ഒഡേഷ്യസ് ഗോൾ എന്നുള്ളത്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ ഓരോരുത്തരും ഓൺബോർഡ് ആവുമ്പോൾ ഒരു 1 week ഓൺബോർഡിങ് പ്രോസസ് ഉണ്ട്. അതിലൊരു ദിവസം അവർ BHAG ഇട്ടിട്ട് നമ്മൾ പഠിപ്പിച്ച് എല്ലാവരും കമ്പനിയിൽ വരുന്നത് എന്തിനാണ്, ഈ കമ്പനിയിൽ അവർ എന്തിനു വർക്ക് ചെയ്യുന്നു, ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എവിടേക്കാണ് കമ്പനി എത്തുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഓൺബോർഡിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ BHAG അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ BHAG ഒക്കെ ഡിവൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ എപ്പോഴും എന്റർടൈൻ ചെയ്യാറുണ്ട്. ഈവൻ ഇപ്പം എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നാട്ടിൽ ഇപ്പൊ നാടുമ്പുറാവുമ്പോൾ തന്നെ അവിടെ കുറെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ മധ്യസ്ഥത പറയുമ്പോഴൊക്കെ നമ്മൾ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കലുണ്ട്. അപ്പൊ അങ്ങനെ പുറത്തുള്ള ആൾക്കാർ ഇത് ഞങ്ങൾ മാത്രം തീരുമാനിച്ച് ഞങ്ങൾ മാത്രം കൊണ്ടുനടക്കുന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും ആർക്കും ഇല്ല. എപ്പോഴും ഓപ്പൺ ടു പോസിറ്റീവ് ഫീഡ്ബാക്സ്. ഓക്കെ. അപ്പം ഇത് BHAG പറഞ്ഞപ്പം നിങ്ങളിപ്പോ ESOPs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൈബാക്ക് ഉണ്ടോ? ബൈബാക്ക് ഉണ്ട്, വെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. വെസ്റ്റിംഗ് പീരീഡ് എത്ര വെക്കല്? വെസ്റ്റിംഗ് പീരീഡ് 2 years ഉള്ളവരുണ്ട്, 5 years ഉള്ളവരുണ്ട്. വെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞാൽ അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ESOP അവർക്ക് ഒറ്റയടിക്ക്, ഇപ്പൊ നമ്മളൊരു 100 shares ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 100 shares ഒറ്റയടിക്ക് കിട്ടില്ല. 25 shares ഫസ്റ്റ് ഇയറിൽ, 25 shares സെക്കൻഡ് ഇയറിൽ, 25 shares തേർഡ് ഇയറിൽ, അങ്ങനെ ആയിരിക്കും കിട്ടുക. അത് ഓവർ ദി പീരീഡ് ആയിരിക്കും. അത് ഞങ്ങൾ ചെയ്യാറില്ല. ചില കമ്പനികൾ ക്ലോ ബാക്കും വെക്കാറുണ്ട്. ക്ലോ ബാക്ക് എന്ന് പറയുമ്പോൾ അവര് ഇപ്പോൾ ഒരു 50 shares കൊടുത്ത്, 50 shares ആദ്യം തന്നെ കൊടുത്ത് അവർ 1 yearന്റെ ഉള്ളിൽ അവർ കൊടുത്ത KPIs അവർ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ടാർഗറ്റ്സ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് തിരിച്ച് എടുക്കുന്നതാണ് ക്ലോ ബാക്ക്. അത് ഞാൻ പുറത്തൊക്കെ ചില സ്റ്റാർട്ടപ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്, ഒരു VC. പക്ഷെ നമ്മളിവിടെ അത് ചെയ്തിട്ടില്ല. നമ്മൾ ESOP കൊടുത്തിട്ട് തന്നെയാണ്. കാരണം നമ്മൾ അത്രയും ബോധിച്ചവർക്കാണ് നമ്മൾ ESOP കൊടുക്കുന്നത്. മനസ്സിലായി. അപ്പൊ നിങ്ങൾ പിന്നെ വെസ്റ്റിംഗ് ക്ലിഫ് വെക്കലുണ്ടോ? ഇല്ല, ക്ലിഫും വെക്കലില്ല. ക്ലിഫില്ല. അതായത് ഇഫ് യു വർക്ക് ഫോർ 1 year യു വിൽ ഗെറ്റ് ദാറ്റ്. പക്ഷെ 1 year വർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ? അല്ല, നമ്മൾ 1 year കഴിയുമ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഞങ്ങൾ ആകെ 2 പേർക്ക് മാത്രമാണ് ഓൺ ബോർഡിംഗിൽ കൊടുത്തിട്ടുള്ളൂ. അത് അവർ അത്രയും ടാലൻസ് ആയതുകൊണ്ടും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായതുകൊണ്ടാണ് കൊടുത്തത്. ഓക്കെ, നമ്മൾ ആ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി എനിക്ക് അറിയാനില്ല, നിങ്ങൾ D2Cയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എനിക്കൊന്ന് 3 കൊല്ലം മുമ്പോ 2.5 കൊല്ലം മുമ്പോ മീറ്റ് ചെയ്യുന്നത് അതാണ്, ഇവിടുത്തെ ഇ-കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി പരിചയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ആ D2C സ്പേസിലേക്ക് എന്തിനാണ് ഇറങ്ങിയത്?
എങ്ങോട്ടാണ് നിങ്ങളത് കൊണ്ടുപോകുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്, നിങ്ങൾ എല്ലാ കോ ഫൗണ്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ടോ? സോ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല 2.5 വയസ്സ് മുതലാണ് നമ്മൾ ഇന്റർവെല്ലിന്റെ സർവീസ് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഈ ബ്രാൻഡിന് ഒരു വിസിബിലിറ്റി വേണം, ആ ബ്രാൻഡിങ് വേണം. അപ്പൊ ഇന്റർവെല്ലിന്റെ ബ്രാൻഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബിൽ ബോർഡ്സ് ഒന്നും കാണൂല, അതുപോലെ വലിയ ആഡുകൾ കാണൂല. കാരണം നമ്മൾ ഭയങ്കര ടാർഗറ്റഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ തീസിസ് എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര OH ആക്ടിവിറ്റീസ് ഒന്നും നമുക്കില്ല. അപ്പം നമ്മൾ ആ 2.5 വയസ്സിൽ തുടങ്ങുമ്പോൾ 2.5 വയസ്സായ ഒരു കുട്ടിക്ക് ഓൾറെഡി ഇന്റർവെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലിറ്റിൽ ജീനി എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ഇത്തരം ബ്രാൻഡ്സ് അവർക്ക് ഓൾറെഡി ഫെമിലിയർ ആവണം. അവർ ഓൾറെഡി ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഈസിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി അറിയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ അവരുടെ മുന്നിൽ വരിക. അപ്പൊ അങ്ങനെ ഒരു തീസിസിന്റെ പുറത്താണ് നമ്മൾ 0 to 2.5 ടാപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെയിൻ ടോയ്സിന്റെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അത്. അപ്പൊ അതിലിപ്പോ അത്യാവശ്യം ഒരു 5-6 lakhs ഒക്കെ ഇപ്പൊ ഒരു 1.5 year ആയി 5-6 lakhs മന്ത്ലി റവന്യൂ വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. നമ്മൾ അതിൽ ഒരുപാട് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇപ്പം ഫോക്കസ് കൊടുത്തിട്ടില്ല. ബട്ട് ഇനി നമ്മൾ അതിന്റെ ഓഫ്ലൈൻ സ്റ്റോർസ് ഒക്കെ വരുന്നുണ്ട്, ഓൺലൈനിൽ നമ്മൾ നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ബ്രെയിൻ ടോയ്സിന്റെ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ആണ്. കറക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്റർവെൽ ആണ് അതിന്റെ അകത്ത് ഇൻവെസ്റ്റർ, എങ്ങനെയാണ് അതിന്റെ? ഇന്റർവെൽ അല്ല, ഇന്റർവെല്ലിലെ സെയിം ഡയറക്ടേഴ്സ് തന്നെയാണ്, അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. ഇന്റർവെല്ലിന്റെ കോ ഫൗണ്ടേഴ്സ് തന്നെയാണ് അതിന്റെ അകത്ത്. അതെ. അപ്പൊ കോമൺ 5 പേരുണ്ട്. 5 പേരില്ല, അതിൽ 3 പേര് മാത്രമേ ഇപ്പൊ അതിലുള്ളൂ. അത് ഫോക്കസ് അങ്ങനെ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണ്. പിന്നെ ആ 3 പേരിൽ തന്നെ 2 പേര് ഇന്ന് ഇന്റർവെൽ ഇൻവോൾവ് അല്ല ഓപ്പറേഷൻസിൽ. അപ്പൊ അത് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണ്. ബട്ട് ബേസിക്കലി ഒരു മ്യൂച്വൽ ഡാറ്റയാണ് അതിലെ പ്രൈമറി എയിം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബ്രാൻഡിങ്ങും. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു കറന്റ് എഡ്ടെക് സെക്ടർ. എന്താണ് ആക്ച്വലി നടക്കണത്? എനിക്ക് ഇന്ത്യ കേരള ആ ഒരു റേഞ്ച് എടുത്തോളി. അതിൽ തന്നെ എനിക്കൊന്ന് കോഴിക്കോട് ഭയങ്കര വലിയൊരു ഇമ്പാക്ട് കളിക്കുന്നത്. ആ ഒരു സെക്ടറിനെ കുറിച്ച് നമുക്കൊരു മേ ബി ഒരു 5-10 minutes വിൽ ഹാവ് എ ഡിസ്കഷൻ. VCസിനെ സംബന്ധിച്ച് എഡ്ടെക് അവരെന്നോ ഒഴിവാക്കിയതാണ്. ഇപ്പം VCs ആരും എന്റർടൈൻ ചെയ്യുന്നില്ല എഡ്ടെക്സിനെ. അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയി കഴിഞ്ഞാൽ എഡ്ടെക് എന്ന് പറയുമ്പോൾ മുഖം ഒന്ന് ചുളിയും, ഒരു പേടിയാണ്. ഇത് ഒരുപാട് പേരെടുത്ത് ഞാൻ കണ്ടതാണ്. അപ്പൊ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് എഡ്ടെക് അതിൽ ഇല്ലാതാവല്ല, അല്ലെങ്കിൽ എഡ്ടെക് ഒരു ക്ലോസിംഗ് ഫേസിലേക്കല്ല വരുന്നത്, ഒരു ഡീടോക്സിഫിക്കേഷൻ ആണ് ശരിക്കും എഡ്ടെക്കിൽ നടക്കുന്നത്. അതായത് കുറെ ടോക്സിസിറ്റികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ ടോക്സിക് സ്റ്റാർട്ടപ്സ് ഉണ്ടായിരുന്നു, ആ സ്റ്റാർട്ടപ്സ് എല്ലാം പോകുന്നു. അപ്പൊ ബേസിക്കലി ഒരു ഡീടോക്സിഫിക്കേഷൻ ആണ്. അപ്പൊ ഇന്ന് കേരളം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ഹയസ്റ്റ് റവന്യൂ മേക്കിംഗ് സ്റ്റാർട്ടപ്സിൽ എപ്പോഴും എഡ്ടെക്സ് ഉണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ ഒരു ടോപ്പ് 10 എഡ്ടെക്സ്, ഇപ്പൊ നിങ്ങൾ ട്രാക്ഷനിലോ അങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ ടോപ്പ് 10 എഡ്ടെക്സിൽ എപ്പോഴും ഒരു 6-7 സ്റ്റാർട്ടപ്സ് ഓൺ ബേസിസ് ഓഫ് റവന്യൂ 6-7 സ്റ്റാർട്ടപ്സ് എപ്പോഴും എഡ്ടെക് ആയിരിക്കും. അത് ഒരു ടോപ്പ് 3 എടുത്തു കഴിഞ്ഞാൽ മേ ബി 3 എഡ്ടെക് ആയിരിക്കും. അല്ലെങ്കിൽ കോഴിക്കോട് വന്നിട്ട് ഒരു ടോപ്പ് 5 സ്റ്റാർട്ടപ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 എഡ്ടെക് ആയിരിക്കും. അപ്പൊ എഡ്ടെക് എപ്പോഴും ഭയങ്കര ക്യാഷ് മേക്കിംഗ് ആണ്, അവർ നല്ല റവന്യൂ ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഞാൻ സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസോൾട്ടേഷൻ ഉള്ള സാധ്യത ഉണ്ട്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ലെറ്റ്സ് എൻട്രൻസ് ഫീൽഡിലുള്ള ഒരാൾ, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഫീൽഡിലുള്ള ആൾ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് പിന്നെ റവന്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്നെങ്കിൽ ജോഗ്രഫിക്കലി എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ പ്രൊഡക്റ്റ് വൈസ് എക്സ്പാൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ACCA തുടങ്ങും. അതേപോലെ ചിലപ്പോൾ ACCA കൊമേഴ്സ് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ, അവരും റവന്യൂവിൽ ഒരു പീക്കിൽ എത്തിയിട്ടുണ്ടാവും. ഇനി കേരളത്തിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവർ ഇതർ ജോഗ്രഫിക്കലി എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഇതേപോലെ K12ലേക്ക് ഇറങ്ങും. K12ലുള്ള ആൾ ചിലപ്പോൾ അപ്സ്കില്ലിംഗിലേക്ക് ഇറങ്ങും. അപ്പൊ എല്ലാവരും എല്ലാതും ചെയ്യുന്ന ഒരു സിനാരിയോയിലേക്ക് മാറുമ്പോൾ കുറെ കൺസോൾട്ടേഷൻസ് സംഭവിക്കും. കൺസോൾട്ടേഷൻ അക്വയർ ചെയ്യാം, ചിലപ്പോൾ മേജർ സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഇത് എല്ലാതിലും ഉണ്ടാവുമ്പം ചിലര് മാത്രമേ വളരുള്ളൂ, അത് ക്രാക്ക് ചെയ്യുന്നവർ വളരും. അപ്പൊ മേ ബി ഇപ്പം 10 എഡ്ടെക് സ്റ്റാർട്ടപ്സ് കോഴിക്കോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 years കഴിഞ്ഞ് ചിലപ്പോൾ 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ റവന്യൂ 2 പേരെ, അത് ഇതർ മെർജർ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അക്വിസിഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സ്റ്റാർട്ടപ്സ് ഡൈ ആയിട്ടുണ്ടാവും. ഇതാണ് സംഭവിക്കുക. അപ്പം റവന്യൂ ഇങ്ങനെ ഒരു മൊണോപോളി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഒരു ഡുവോപോളി 2-3 ബ്രാൻഡുകളായിരിക്കും എല്ലാം ചെയ്യാം. ഇപ്പം ഫിസിക്സ് വാലിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സ് വാലൊക്കെ ഒരുപാട് ഏരിയാസിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. അവര് എഞ്ചിനീയറിംഗ് വരെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സ്കില്ലിംഗ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ഓഫ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലൊരു കൺസോളിഡേഷൻ കേരളത്തിലും സംഭവിക്കുന്നുണ്ടാവും. അതിൽ മെർജേഴ്സ് വരും, അക്വിസിഷൻസ് വരും. മോസ്റ്റ് പ്രോബബിലി ഒരുപാട് സ്റ്റാർട്ടപ്സ് ഫൈറ്റ് ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാണ്ട് ഡൈ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ റവന്യൂവിനെ കുറിച്ച് പറഞ്ഞു. എത്രത്തോളം ഇതിനകത്ത് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്? ഇപ്പം ഇന്റർവെൽ പ്രോഫിറ്റബിൾ ആണ്? ഇന്റർവെൽ പ്രോഫിറ്റബിൾ ആണ്. എന്നാണ് പ്രോഫിറ്റബിൾ ആയത്? ഇന്റർവെൽ ഒരു 2024 മുതൽ പ്രോഫിറ്റബിൾ ആണ്, ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആണ്. അതെ, ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആണ്. അതുപോലെ
ഇവിടെ ഉള്ള കുറച്ച് ബിഗ് എഡ്ടെക്സ് അവർ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിരുന്നു. മേ ബി കഴിഞ്ഞൊരു 2 വർഷത്തിൽ ഇപ്പൊ കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് 3 എഡ്ടെക് സ്റ്റാർട്ടപ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇന്റർനൽ അല്ലാത്ത എഡ്ടെക് സ്റ്റാർട്ടപ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ ക്യാഷ് ബേൺ ചെയ്യുന്നത് പേർപ്പസ്ഫുള്ളി ആണ്. അവർക്ക് ഓൾറെഡി പ്രോഫിറ്റബിൾ ബിസിനസ് ഉണ്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തവരാണ്. അവർ കോമ്പറ്റീഷൻ സർവൈവ് ചെയ്യാനും വേണ്ടിയിട്ട് എക്സ്റ്റെൻസീവ്ലി മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇല്ലാത്ത ഫണ്ട്. അതെ, അത് ഒരു സർവൈവൽ റൺ ആണ്. അത് അവർ അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലേ സർവൈവ് ആവുള്ളൂ. അപ്പൊ ഈ ചിലപ്പോൾ 3 പേര് ഒരേ സ്പേസിൽ, ഇപ്പൊ കൊമേഴ്സ് ഫീൽഡിൽ 3 പേര് റൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ ഒരാളൊക്കെ സർവൈവ് ആവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് ക്യാഷ് ബേൺ ചെയ്യുന്നത്. അത് ബിസിനസ് മോഡൽ പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ടല്ല. അപ്പൊ എല്ലാവരും നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാഷ് നല്ലോണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറിൽ എനിക്കൊന്ന് നമ്മൾ എഡ്ടെക് സ്പേസ് ശരിക്ക് ഫിഗർ ഔട്ട് ചെയ്ത് ആ ഏരിയയിൽ എങ്ങനെയാണ് നിങ്ങളെ ജേണി എന്നും മൊത്തത്തിൽ എന്താണ് ആ സ്പേസിൽ നടക്കുന്നതെന്നും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ അടുത്ത ഫണ്ട് റേസിങ് വിജയകരമായിട്ട് തീർക്കട്ടെ. വേറെ വല്ല ന്യൂസുകളും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഗൈസ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴേ നമുക്ക് ഇത് വെച്ചിട്ട് കൂടുതൽ ചെയ്യണം എന്ന് തോന്നുള്ളൂ. സോ യുവർ എവറി സബ്സ്ക്രിപ്ഷൻ ഹെൽപ്സ് us. Until next episode. Thank you.